എന്തേ കണ്ണന് കറുപ്പ് നിറം, എന്തേ കണ്ണൻ ഇത്ര കറുപ്പ് നിറം. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ അച്ഛനോട് ഞാൻ ചോദിച്ചു, അച്ഛാ ഞാൻ സിനിമയിൽ പാടും തോന്നുന്നുണ്ടോ അച്ഛാ, എനിക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുമോ? രാധേ പാടുക പാവനഗാനം പരിഭവരാഗിലഗാനം. സോഷ്യൽ മീഡിയ അന്ന് ഇത്രയും വിപുലമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ തകർന്നു പോയേനെ. ചാന്ദ് ആവാരാ ഹൈ നിക്ലാ ന കരോ രാതോ മേ. അച്ചുമാമ അച്യുതാനന്ദൻ സാറിന്റെ കയ്യിൽ നിന്നാണ് ഞാൻ അന്ന് അവാർഡ് സ്വീകരിക്കുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അദ്ദേഹത്തിനെ ഞാൻ മിമിക്രി കാണിച്ചിരുന്ന ഒരു പ്രാവശ്യം സ്കൂളിൽ ക്യാഷ് പ്രൈസ് കിട്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തെ. മഴയിൽ രാത്രി മഴയിൽ പൊഴിയും സ്നേഹ നിറവിൽ നിനവേ ഇന്ന് നമ്മൾ മാതൃഭൂമി ന്യൂസിനോടൊപ്പം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗായിക മഞ്ജരയാണ്. ചേച്ചി, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. എന്തൊക്കെയാണ് പുതുവത്സര വിശേഷങ്ങൾ? എന്തൊക്കെയാണ്, എന്തെങ്കിലും ന്യൂ ഇയർ റെസൊല്യൂഷൻ, എന്തെങ്കിലും പരിപാടികൾ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? റെസൊല്യൂഷൻസ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കുമല്ലോ. എല്ലാ വർഷവും എല്ലാവരും തീരുമാനം എടുക്കും. അത് പൊതുവെ അതൊന്നും പൂർത്തീകരിക്കാൻ സാധിക്കാറില്ല. അങ്ങനത്തെ തീരുമാനങ്ങളായിരിക്കും എല്ലാവരുടെയും. പൊതുവെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഒക്കെ ആയിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ എനിക്ക് എന്റെ മനസ്സിനകത്ത് കുറെ ചേഞ്ചസ് ഉണ്ട്. അത് ഞാൻ പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനത് ചെയ്യില്ല. അതുകൊണ്ട് ഐ ജസ്റ്റ് കീപ് ഇറ്റ് ആസ് എ സീക്രട്ട്. അത് നടക്കട്ടെ. നടന്നു ഈ വർഷം കഴിയാറാകുമ്പോൾ ഞാൻ പറയണേ. അങ്ങനെ സക്സസ് ആയ എന്തെങ്കിലും റെസൊല്യൂഷൻ മുൻപ് സക്സസ്ഫുൾ ആയത്, ഞാൻ വെജിറ്റേറിയൻ ആയി ഒരു വർഷം ഞാനിങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു. ഞാൻ വെജിറ്റേറിയൻ ആയിരിക്കും എന്നുള്ളത്. സക്സസ്ഫുൾ ആയിട്ട് ഞാൻ ഒരു വർഷം വെജിറ്റേറിയൻ ആയി ആഘോഷിച്ചു. അതുകൊണ്ട് അത് ട്രൈ ചെയ്തിട്ട് അത് തീരുമാനിച്ചതാ. അപ്പൊ അതുകൊണ്ട് അത് പറയാൻ ഒരു പേടിയാ, ചിലപ്പോ ഉഴപ്പിക്കളയും. അതുകൊണ്ട് പിന്നെ ഞാൻ അത് പറയുന്നില്ല. റെസൊല്യൂഷൻ ഉള്ളിൽ ഒരു ഒളിഞ്ഞിരിക്കട്ടെ, നമ്മുടെ പ്രവൃത്തിയിൽ അത് വരട്ടെ. സീക്രട്ടായിട്ട് അത് പ്രാവർത്തികമാവുമ്പോൾ. അതെ, ഈ വർഷം അവസാനിക്കുമ്പോൾ അജിഷയെ കാണുമ്പോൾ ഞാൻ പറയാം 2027 നമുക്ക് വീണ്ടും കാണാം. അതെ. ഓക്കെ, ഇതുവരെ കിട്ടിയതിൽ ഏറ്റവും വലിയ ന്യൂ ഇയർ ഗിഫ്റ്റ് എന്തായിരുന്നു? ന്യൂ ഇയർ ഗിഫ്റ്റ് ഒരുപാട് ഗിഫ്റ്റ്സ് ഉണ്ട്. നമ്മളെ ഓർമ്മകളിൽ എപ്പോഴും ലൈഫിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരു മൊമെന്റ്സ് എന്ന് പറയുമ്പം, ഇപ്പൊ പ്രോഗ്രാംസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് കിട്ടുന്ന കുറെ ഭാഗ്യങ്ങളാണ് ഈ ലെജൻസിന്റെ കൂടെ പെർഫോം ചെയ്യാന്നുള്ളത്. ഞാൻ പണ്ട് കുട്ടിക്കാലത്തുള്ള അപ്പൊ അങ്ങനെ കുറെ ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് കിട്ടിയിരുന്നു. അപ്പൊ എവറി ന്യൂ ഇയർ ഈ പറഞ്ഞ വരെ എല്ലായിടത്തും ആഘോഷമാണ്. അപ്പൊ എല്ലാവരും പാട്ടും ഡാൻസും ഇതൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്നതും കാണാൻ ആഗ്രഹിക്കുന്നതൊക്കെ ടൈമാണ്. അപ്പൊ എനിക്ക് ആ സമയത്ത് കുഞ്ഞിലെ ഇങ്ങനെ പാടി വരുന്ന സമയത്ത് ചില മൊമെന്റ്സ് ഇതുപോലെ വലിയ വലിയ ലെജൻഡറി ആയിട്ടുള്ള സിംഗേഴ്സിന്റെ കൂടെ പാടാനുള്ള അവസരം കിട്ടിയതൊക്കെ ശരിക്കും ഹാപ്പി മൊമെന്റ്സ് തന്നെയാണ്. നമുക്ക് പാട്ട് വിശേഷത്തിലേക്ക് കടക്കാം. നമ്മള് ഇതാണ് അല്ലെങ്കിൽ സംഗീതമാണ് എന്റെ പാഷൻ, അല്ലെങ്കിൽ സംഗീതമാണ് എന്റെ കരിയർ എന്ന് ചൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? അത് ഞാനായിട്ടല്ല ചൂസ് ചെയ്യുന്നത്. എന്റെ കരിയർ എനിക്ക് ചൂസ് ചെയ്ത് തരുന്നത് എന്റെ അമ്മയാണ്. അതെ, അത് നമ്മൾ ആ ഒരു ഉറപ്പിലേക്ക് എത്തുന്നത് എപ്പോഴാണ്? ഞാൻ ആ ഉറപ്പിലേക്ക് വളരെ വൈകിയാണ് എത്തിയത്. ഐ തിങ്ക് ഒരു കഴിഞ്ഞ 2016-17 ആ സമയമൊക്കെ ആവുമ്പോഴാണ് ഞാൻ ശരിക്കും ഇതാണ് എൻ്റെ ലൈഫ്, ഇനി മ്യൂസിക്കിൽ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ ഒരു ചിന്ത വരുന്നത് ആ സമയത്താണ്. അപ്പോഴാണ് ശരിക്കും ഒരു ബോധം വന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അതുവരെ ഐ വാസ് ലൈക്ക് അമ്മ ഇങ്ങനെ ഈ പാട്ടുകൾ തരുന്നു, അമ്മ ഇങ്ങനെ കൂടെ നടന്ന് ഈ പാട്ട് പഠിക്കും, ആ പാട്ട്. അപ്പൊ സ്വന്തമായിട്ട് നമുക്ക് തോന്നി തുടങ്ങൂലേ, അതൊക്കെ ഇത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. അതൊക്കെ എനിക്ക് ഒരു ചിന്ത വരുന്നത് 2016-17 ഒക്കെ ആവുമ്പോഴാണ്. അതുവരെ ഞാൻ ഇങ്ങനെ റിലാക്സ് ചെയ്ത് തരുന്ന പാട്ട് പഠിച്ച് പോയി പാടി അങ്ങനെ. അതിനെന്തെങ്കിലും ഒരു അതിലേക്ക് വഴിത്തിരിവ് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ പെട്ടെന്നൊരു? വഴിത്തിരിവ് ഐ തിങ്ക് ഈ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ബോംബെയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരുന്നു കുറച്ച് നാള്. അപ്പൊ ആ സമയത്താണ് ഒരു ഇൻഡിപെൻഡന്റ് ലൈഫ് എന്താണ് എന്നുള്ളതൊന്ന് ഫീൽ ചെയ്തത്. ഞാൻ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ആരടുത്തും പറയാണ്ട് അങ്ങനെ കറങ്ങി നടക്കുക അതല്ല. എന്താണ് ലൈഫ് എന്നുള്ളത് ശരിക്കും പുറത്തു പോകുമ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതൊക്കെ എനിക്ക് കുറെ വലിയൊരു മാറ്റമായിരുന്നു. അപ്പം
അമ്മ എൻ്റെ കൂടെ അമ്മ ഇരിക്കുമ്പോൾ എല്ലാവർക്കും പേടിയാ, ഞാൻ വണ്ടി പോണോ വേണോ പ്ലീസ്. അപ്പൊ ഇപ്പുറത്തെ ഞാൻ ഓടിക്കുകയാണെങ്കിൽ ഇപ്പുറത്തെ ഭാഗത്ത് എല്ലാവർക്കും ഒരു ബ്രേക്ക് ആക്സലറേറ്റർ ഉള്ള പോലെയാണ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പൊ പിന്നെ ആ ഒരു ഇത് തീർന്നു, അവരുടെ ആ ഒരു പേടി ഭയം കഴിഞ്ഞു. പിന്നെ എൻ്റെ കൂടെ ഇപ്പൊ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഇരിക്കുക അല്ലെങ്കിൽ പുറത്തു പോകുമ്പോൾ അപ്പൊ എനിക്ക് ആ ഒരു ട്രാക്കിലേക്ക് ഞാൻ വന്നു. ദാറ്റ് ഐ ക്യാൻ ബി ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം. അപ്പം അങ്ങനെ തിങ്കിങ് വന്ന സമയത്താണ് ശരിക്കും ഓക്കെ കമ്പോസ് ചെയ്യാനും മ്യൂസിക്കിൽ ഇന്നൊക്കെ ചെയ്യുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചിന്തകൾ വന്നു. അതേപോലെ ഒരു ലൈഫ് സ്റ്റൈൽ ടോട്ടലി മാറി. കാരണം അവിടെ ഇപ്പൊ ഞാൻ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മൾ വളരെ ലാവിഷായിട്ട് വളരെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് ജീവിച്ച് പോകുന്ന സമയത്ത് മറ്റുള്ള നമ്മുടെ മുന്നിൽ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം വരുമല്ലോ. അപ്പൊ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ കണ്ട് പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതെന്തുമാത്രം ഇപ്പം കുട്ടികളൊക്കെ ഭക്ഷണമില്ലാതെയും വസ്ത്രങ്ങളില്ലാതെയും റോട്ടിൽ കിടന്നുറങ്ങുന്നതും അവർ വീടില്ലാതെയൊക്കെ ഞാൻ ബോംബെയിലാണ് ശരിക്കും കാണുന്നത്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ. അങ്ങനെയാണ് കുറച്ചായിട്ട് ലൈഫ് ഇതൊക്കെയാണ്, ഇതൊന്നും ഇല്ലാത്ത എത്ര പേരുണ്ട്. നമ്മളപ്പോൾ എന്തുമാത്രം ലക്ഷറിയാണ് നമ്മളൊക്കെ എൻജോയ് ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് അപ്പോൾ ഒന്ന് കത്തിയത്. പിന്നെ അതിനുശേഷം എൻ്റെ കുറേ ലൈഫ് സ്റ്റൈൽ മാറി. പിന്നെ എനിക്ക് ഈ ചാരിറ്റി ആയാലും പിന്നെ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുക, ഇതൊക്കെ എൻ്റെ ഒരു ലൈഫിന്റെ ഭാഗമായി മാറി. ആൻഡ് എനിക്ക് ഇപ്പം നമ്മുടെ മാജിക് പ്ലാനറ്റില് ഭിന്നശേഷി കുട്ടികളുണ്ട്. അപ്പൊ എനിക്ക് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അങ്ങനെ കുട്ടികളോടൊപ്പം അല്ലെങ്കിൽ നമ്മളെ അവര് ഒരു വലിയൊരു സ്ഥാനത്താണ് കാണുന്നത്. ഇവർക്കൊക്കെ ഇത്രയും ലക്ഷറി ഉണ്ടല്ലോ അങ്ങനെ ഇങ്ങനെ അതൊക്കെ കാണുമ്പോൾ ഞാൻ ശരിക്കും ആലോചിക്കും, അയ്യോ ദൈവം നമുക്ക് തന്ന കുറെ അനുഗ്രഹങ്ങളാണ് അതൊക്കെ. അപ്പം പറ്റുന്നത് പോലെ അവരുടെ കൂടെ അതൊക്കെ ഷെയർ ചെയ്യുക. സ്പെഷ്യലി ടൈം ഇന്ന് മനുഷ്യരുടെ കയ്യിൽ ഇല്ലാത്തത് സമയമാണ്. അപ്പം മാക്സിമം സമയം എങ്ങനെയൊക്കെ നമ്മളെ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ലൈഫിലുള്ള ഒരു കാര്യം. ബിക്കോസ് ലൈഫ് ഇസ് വെരി ഷോർട്ട്. അപ്പം ഉള്ള സമയം നമ്മൾ ഹാപ്പി ആയിട്ട് സ്പെൻഡ് ചെയ്യുക. നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ള ഒരു പോസിറ്റീവ് ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, മഞ്ചേരി 2.0 ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് മുംബൈ നഗരമാണ്. മുംബൈ നഗരത്തെ അതിന് ഒരുപാട് തീർച്ചയായിട്ടും മസ്കറ്റിലാണ് നമ്മുടെ സംഗീത ലോകത്തെ തുടങ്ങുന്നത്. ദാസേട്ടനാണ് സംഗീത ലോകത്തേക്ക് പരിചയപ്പെടുത്തുന്നത്. ആ ഒരു കൂടിക്കാഴ്ച, ദാസേട്ടനുമായിട്ടുള്ള കൂടിക്കാഴ്ചയെ കുറിച്ചുള്ള ഓർമ്മകൾ. എന്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ള ഒരു ഓർമ്മയാണ്. ഞാന് ഇതുപോലെ പാട്ടൊക്കെ ചുമ്മാ അവിടെ എല്ലാ വേദികളിലും എന്നെ അമ്മ ഇങ്ങനെ കൊണ്ട് പാടിച്ച് ഒരു മൈക്ക് കണ്ടപ്പോ ഒന്ന് പാട്ട് പാടിച്ചു, അങ്ങനെയായിരുന്നു. അപ്പൊ അത്രയും എന്റെ അമ്മയ്ക്ക് ക്രേസ് ആയിരുന്നു. അപ്പൊ എല്ലാ മലയാളം പാട്ടുകളും ഇതൊക്കെ എനിക്ക് മലയാളം അല്ലാതെ വായിക്കാൻ അറിയില്ല. ആകപ്പാടെ അമ്മയുടെ കൈയക്ഷരത്തിലുള്ള പാട്ടാണ് ഞാൻ വായിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ മലയാളം പഠിക്കുന്നത്. അപ്പൊ ഇത് എൻ്റെ ലൈഫിൽ ഇങ്ങനെ പാട്ടൊക്കെ പാടി നടക്കുമ്പോൾ ഒരു ദിവസം ഒരു ഗുഡ് ഫ്രൈഡേ സമയത്ത് എല്ലാവരും കുറെ അച്ഛൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ദാസേട്ടനുമായിട്ട് ഒരു ഫാമിലി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പം ദാസങ്കിളുമായിട്ട് ആ ഒരു ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ഒരു ദിവസം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ അവർ തമ്മിൽ സംസാരിച്ച്, അപ്പോൾ ഞാനിങ്ങനെ ബാക്കിൽ ഇരുന്നിട്ട് ഒരു പാട്ട് പാടായിരുന്നു. അപ്പോൾ ഒരു ക്രിസ്തീയ ഭക്തി ഗാനം ഇങ്ങനെ അത് പാടി കഴിഞ്ഞപ്പോഴത്തേക്ക് അതാരാ പാടിയേ, ഫോൺ കൊടുക്കാന്ന് പറഞ്ഞിട്ട് മോളാ പാടിയെന്ന്. അപ്പൊ എനിക്കത് എടുത്ത് തന്നിട്ട് അതിലൊരു സംഗതി ഉണ്ട്. അപ്പൊ ഞാനത് മാറി പാടി സംഗതി. അപ്പൊ എനിക്ക് ആ സംഗതി കറക്റ്റ് ചെയ്ത് തന്നപ്പോ ഞാൻ അതുപോലെ പാടി. എന്നിട്ട് പിന്നെ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ് ഇങ്ങനെ, ദാസങ്കിള് പറഞ്ഞു മ്യൂസിക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, മ്യൂസിക്കാണ് കരിയർ, അപ്പം അതിനുള്ള ഒരു കഴിവുണ്ട്. അങ്ങനെ അദ്ദേഹം പറഞ്ഞപ്പോ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ അന്ന് പറഞ്ഞ കാര്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ ദാസേട്ടൻ അത് പറയുമ്പോൾ അതെനിക്കൊരു വലിയൊരു അംഗീകാരമായിരുന്നു. അങ്ങനെയാണ് ഞാൻ മോളുടെ ഈ ഒരു കരിയർ ഇതായിരിക്കും എന്നുള്ളത് ഞങ്ങളും ഉറപ്പിച്ചത്. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് എന്തും പഠിച്ചു പോവാം. അപ്പം അവിടെ നിന്നാണ് ഒരു വഴിത്തിരിവ്, ശരിക്കും മ്യൂസിക് ഒരു കരിയർ ആക്കണം എന്നുള്ളൊരു സംഭവം എൻ്റെ പേരൻസിന് വന്നത്. അപ്പൊ അതിനുശേഷം പിന്നെ ദാസേട്ടന്റെ തരങ്കിണിയുടെ ഒരു റിലീസ് ഓണപ്പാട്ട്, അതിലാണ് ഞാൻ ആദ്യമായിട്ടൊരു റെക്കോർഡിങ് ഫേസ് ചെയ്യുന്നത്. സ്കൂൾ പഠിക്കുമ്പോൾ ഐ തിങ്ക് ഒരു 8-ലോ 9-ലോ പഠിക്കുന്ന സമയത്തായിരുന്നു. അപ്പൊ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ പാടി, അതും ഒരു പേടിയില്ല, ഒരു ഐഡിയ ഇല്ല, മൈക്കിന്റെ മുമ്പിൽ നിന്നിട്ട് പഠിക്കാന്ന് പറഞ്ഞപ്പോ അങ്കിളാണ് പഠിപ്പിച്ച് തരുന്നത്. അപ്പൊ ഇന്ന് അതൊക്കെ ഓർക്കുമ്പോൾ ശരിക്കും മഹാഭാഗ്യങ്ങളിൽ, കാരണം ദാസങ്കിൾ ഇരുന്ന് പാട്ട് പഠിപ്പിച്ചു തരിക, അത് റെക്കോർഡ് ചെയ്യിപ്പിക്കുക, അദ്ദേഹമാണ് അവിടെ മ്യൂസിക് ഡയറക്ടറായിട്ട് ഇരുന്നിട്ട് ഫുള്ള്
പഠിപ്പിച്ചു തന്നത്, റെക്കോർഡ് ചെയ്തത്. അപ്പം അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇന്നൊക്കെ ചിന്തിക്കുമ്പോൾ ശരിക്കും നമ്മൾ എന്തുമാത്രം ഭാഗ്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അന്ന് അറിഞ്ഞൂടാത്ത കാലം. അപ്പോൾ കുറെ വഴക്കൊക്കെ കിട്ടി. പക്ഷെ ആ വഴക്കും അതിന്ന് ഒരു സ്വീറ്റ് മെമ്മറി ആയിട്ട് ഞാൻ ഓർക്കുകയാണ് ശരിക്കും. ആ തരംഗിണിയിൽ പാടിയ സമയത്ത് ദാസേട്ടന്റെ എന്തെങ്കിലും അപ്രീസിയേഷൻ, ഏറ്റവും വലിയ അപ്രീസിയേഷൻ, ഏറ്റവും നെഞ്ചോട് ചേർക്കാൻ പറ്റിയ അപ്രീസിയേഷൻ ഒരുപാട് പഠിക്കാൻ പറ്റി എന്നുള്ളതാണ്. അന്ന് ആ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു തന്നത് മനസ്സിലുണ്ട്. അത് പക്ഷെ നമുക്ക് ഒരുപാട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇന്നത് ആലോചിക്കുമ്പോൾ പിന്നീട് ഞാൻ ഐ തിങ്ക് 2003 ശരിക്കും സിനിമയിൽ പാടി തുടങ്ങുന്നത്. അപ്പൊ അതൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചു എന്തുകൊണ്ടും അന്ന് അങ്കിള് പറഞ്ഞു തന്ന കുറേ കാര്യങ്ങൾ, ഒരു പാട്ടില് എങ്ങനെയാണ് ഫീല് ഇട്ട് പാടുന്നത്, എങ്ങനെയാണ് നമ്മൾ ഒരു പാട്ട് പെർഫെക്റ്റ് ആക്കുന്നത്. അന്ന് എനിക്ക് നൊട്ടേഷൻ എഴുതാനൊന്നും അറിയില്ല. അപ്പൊ എനിക്ക് അന്ന് പറഞ്ഞു തന്നു, മോളെ പാട്ട് നമ്മൾ പഠിക്കുമ്പം നൊട്ടേഷൻ എഴുതണം, അത് നൊട്ടേഷൻ അതിന്റെ മുകളിൽ എഴുതി പഠിക്കുന്നതാണ് എളുപ്പം. അപ്പൊ അങ്ങനെ പതുക്കെ എൻ്റെ ഒരു മ്യൂസിഷ്യൻ എന്നുള്ള രീതിയിൽ ഞാൻ ഒരുപാട് പഠിച്ചു, ഒരുപാട് വളരാൻ സാധിച്ചു. അപ്പൊ ഇപ്പോഴും ഞാൻ ഓർക്കുമ്പോൾ ഇപ്പൊ നൊട്ടേഷൻ എഴുതി പാടുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതായാലും ഒരുപാട് കൃതികളായാലും എന്ത് പാട്ട് പാടുമ്പോഴും അദ്ദേഹം പറഞ്ഞു തന്ന ആ കുറേ കാര്യങ്ങൾ, ആ ടിപ്സ് ഒക്കെ ഇങ്ങനെ മനസ്സിലുണ്ട്. സോ അതൊക്കെ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ശരിക്കും എന്തെങ്കിലുമൊക്കെ പാടുമ്പം ശരിക്കും പാടിയില്ലെങ്കിൽ 2-3 പ്രാവശ്യം പാടിക്കുന്നത് എന്താത് ചീത്തയൊക്കെ പറയും. അപ്പൊ അതും ഒരു രസകരമായ ഒരു സംഭവമായിരുന്നു അന്ന്. പക്ഷെ ചീത്ത പറയുമ്പോൾ എനിക്ക് വിഷമമൊന്നും വരുന്നില്ല. എനിക്ക് എങ്ങനെയെങ്കിലും പാടി ശരിയാക്കണം, അയ്യോ അങ്കിൾ ചീത്ത പറഞ്ഞല്ലോ എന്നുള്ളൊരു സംഭവമുള്ളൂ. ചീത്ത വഴക്ക് പറയാം, അത് നമുക്ക് ഇറ്റ് വാസ് ഫൺ. ശരിക്കും ഇന്നാലേക്കുമ്പോ ഐ വാസ് സോ ലക്കി എന്നാലോചിക്കും. ഇളയരാജയ്ക്ക് വേണ്ടിയിട്ടാണ് ആദ്യം പാടുന്നത്. ഇളയരാജയ്ക്ക് അരികിലേക്ക് ചേച്ചി എത്തിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി സാറാണ്. തീർച്ചയായിട്ടും ചെന്നൈ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോകുന്നതും അദ്ദേഹത്തിന് മുന്നിലേക്ക് നേരിട്ട് പരിചയപ്പെടുത്തുന്നന്നതും ഗിരീഷ് ചേട്ടനാണ്. അപ്പൊ ആ ഒരു സ്റ്റുഡിയോയിലേക്ക് പോയപ്പോഴുള്ള അനുഭവം, ഭയം, പേടി, വേറെ ഒന്നുമില്ല. സ്റ്റുഡിയോയിൽ എത്തിക്കഴിഞ്ഞിട്ട് ഇത് എപ്പോഴാണ് നമ്മുടെ നമ്പർ, എപ്പോഴാണ് നമ്മളെ വിളിക്കുക, ഏതാ ഒന്നും അറിയില്ല. അപ്പൊ അവിടെ ചെന്നു, സാറിന്റെ പൂജാമുറി ഉണ്ട്. അപ്പം അങ്ങോട്ടേക്ക് എല്ലാരും പറഞ്ഞു ഓക്കെ സൗണ്ട് ചെക്കിന് റെഡി. അപ്പൊ പറഞ്ഞു ഞാൻ നേരെ വോയിസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പോയി അപ്പൊ സാർ അവിടെ ഇരിക്കുന്നുണ്ട് ഹാർമോണിയൊക്കെ ആയിട്ട്. കാണുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനും പേടിയും ചെയ്ത് എന്താണെന്നറിയില്ല. സാർ പാടിച്ചു, ഓക്കെ ഒരു കൃതി പാടോ, പാടി, ഓക്കെ ഒന്ന് പറഞ്ഞു. ഞാൻ പൊയ്ക്കോന്നാണോ പറഞ്ഞത്? ദൈവമേ തീർന്നോ? അപ്പൊ പുറത്ത് പോയി വെയിറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോ പറഞ്ഞു ഓക്കെ പാട്ട് പഠിക്കാം. അങ്ങനെയാണ് ഈ ലിറിക്സ് ഒക്കെ തന്ന് ഞാൻ പാട്ടൊക്കെ പഠിച്ചു. ഒരു ചിരി കണ്ടാൽ ആ പാട്ട് ഫുള്ള് പഠിച്ച്. അപ്പൊ സാർ പറഞ്ഞു നോക്കട്ടെ. അപ്പൊ ഭാഗ്യത്തിന് ഞാൻ അന്ന് നൊട്ടേഷൻ എഴുതും. അപ്പൊ എന്റെ ബുക്ക് നോക്കിയപ്പോ ഞാൻ ഫുൾ പാട്ടിന്റെ നൊട്ടേഷൻ എഴുതി. ഒരു ചിരി കണ്ടാൽ അതിന്റെ മുകളിൽ അതിന്റെ നൊട്ടേഷൻ അങ്ങനെയൊക്കെ എഴുതി അത് കണ്ടപ്പോ സാറിന് ഓക്കെ അറിയാം എന്നുള്ളൊരു സംഭവം. പക്ഷെ ഇതൊന്നും അറിഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. സാറിന്റെ അടുത്ത് പോയി പാടാന്ന് പറയുന്നത് സാറിന്റെ റിക്വയർമെന്റ്സേ ടോട്ടലി തിങ്കിങ്ങേ ഡിഫറെന്റ് ആണ്. അപ്പം നമ്മൾ ആ വല്ലാത്തൊരു ടെൻഷനിലാണ് നിൽക്കുന്നത്. എനിക്കാണെങ്കിൽ ആ സമയത്ത് തമിഴും അധികം മനസ്സിലാവില്ല. അപ്പം സാർ പിന്നെ പറയുന്നത് എനിക്ക് അങ്ങോട്ട് എൻ്റെ തല ഫുൾ ഫ്രീസായിട്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്താണ് പറയേണ്ടതെന്ന്. പക്ഷെ നല്ലൊരു രസകരമായ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അതും. അപ്പം വിജയ് ചേട്ടൻ എൻ്റെ കൂടെ നിന്ന് എന്നെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പാടുമ്പോൾ. ഞങ്ങൾ ഒരുമിച്ച് ഒരു പഴയകാല റെക്കോർഡിംഗ് ഒക്കെ ഇല്ല, അതുപോലെയായിരുന്നു. 2 സിംഗേഴ്സും ഒരേ ബൂത്തിൻ്റെ അകത്ത് ഞങ്ങൾ നിന്ന് പാടി. അതൊരു അഗൈൻ അനദർ ഡിവൈൻ ബ്ലെസ്സിങ്. അച്ചുവിന്റെ അമ്മയിൽ 5 പാട്ടുകൾ പാടിയിട്ടുണ്ട്. സോ 5 പാട്ട് അച്ചുവിന്റെ അമ്മയിലല്ല. ഞാന് ഈ ഒരു ചിരി കണ്ടാൽ പാടാൻ പോയ സമയത്ത് എനിക്ക് ആ പടത്തിൽ തന്നെ വേറെയും 2 പാട്ട്, ഒന്ന് രാജസാറിന്റെ കൂടെ ഒരു ഡ്യുവറ്റ് പാടി, പിന്നെ അതുപോലെ അതിലൊരു ഗ്രൂപ്പ് സോങ് ഉണ്ടായിരുന്നു അതും. അതിനുശേഷം അതിന്റെ നെക്സ്റ്റ് ഡേ അവിടെ ഒരു തമിഴ് റെക്കോർഡിംഗ് കൂടി നടക്കുന്നുണ്ടായിരുന്നു, വേറൊരു പ്രോജക്റ്റ്. അപ്പൊ ആ തമിഴ് പ്രോജക്റ്റിൽ 2 പാട്ട്. അപ്പൊ അങ്ങനെ ആ ഫസ്റ്റ് അദ്ദേഹത്തെ കാണാൻ പോയ സമയത്ത് ഒരു 5 പാട്ട് എനിക്ക് കിട്ടിയത്. പിന്നീടാണ് അച്ചുവിന്റെ അമ്മ പാടാൻ പോകുന്നത്, അതിൽ 2 പാട്ട് പാടി. അന്ന് സ്റ്റുഡിയോയിൽ പോയപ്പോൾ ഈ 5 പാട്ടുകൾക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത ഗായികമാരെ ഒഴിവാക്കി ചേച്ചിയെ കൊണ്ട് പാടിക്കാനുള്ള തീരുമാനത്തിൽ എത്തുകയായിരുന്നു എന്ന് പറഞ്ഞു. അത് ആ സമയത്ത് അറിയാമായിരുന്നോ, അല്ലെങ്കിൽ പിന്നീടാണോ ഇതേക്കുറിച്ച് കേട്ടറിഞ്ഞത്? ലോട്ടറി അടിച്ച ഫീലായിരുന്നു എനിക്ക്. കാരണം പോയി 5 പാട്ട് പാടിയിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം. കാരണം അതിന് മുന്നേ കുറേ സ്ട്രഗിൾ ഞാൻ അനുഭവിച്ചിരുന്നു. അതായത് ഞങ്ങൾ കുറേ സ്റ്റുഡിയോസിൽ പോയി, അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ അവർ പറഞ്ഞു വോയിസ് ടെസ്റ്റ് ഒന്നും അന്ന് സമയമില്ല ആർക്കും. അപ്പം നിങ്ങൾ CD പാടി റെക്കോർഡ് ചെയ്ത് തന്നാൽ മതി. അപ്പം അങ്ങനെ പല സ്റ്റുഡിയോസിലും CDs കൊണ്ടു കൊടുത്തു പാടിയിട്ട്. പിന്നെ അതുപോലെ ചില പ്രോജക്ട്സ് പാടി
അത് പക്ഷെ സിനിമയിൽ വന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ എൻ്റെ അച്ഛനോട് ഞാൻ ചോദിച്ചു, അച്ഛാ ഞാൻ സിനിമയിൽ പാടും തോന്നുന്നുണ്ടോ അച്ഛാ, എനിക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുമോ, നന്നായി ഇങ്ങനെ. അവരുടെ അടുത്ത് പറഞ്ഞു, നമുക്ക് അതിനുള്ള ഒരു ഭാഗ്യം ഉണ്ടെങ്കിൽ അത് ദൈവം നടത്തി തരും, അല്ലാതെ അത് ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട, അവർ അത്രേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ആ ലോട്ടറി എന്ന് പറയുന്നത്, കാരണം ഞാൻ അതും ഇതുമായിട്ടാണ് കണക്ട് ചെയ്തത്, അച്ഛൻ അന്ന് പറഞ്ഞ വാക്കുകളും പിന്നെ ഇത് നടന്നതും. അപ്പം എനിക്ക് ഉണ്ടായ ഒരു സന്തോഷം എന്ന് വെച്ചാൽ നടക്കില്ല എന്ന് വിചാരിച്ച കാര്യമാണ് നടന്നത്. അതിനുശേഷം പിന്നെ ദൈവാധീനം കൊണ്ട് എല്ലാ ആഴ്ചയിലും ഞാൻ രാജാ സാറുടെ പ്രസാദ് സ്റ്റുഡിയോയിൽ പോകുമായിരുന്നു. ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് വർക്ക് ഉണ്ടാവുമായിരുന്നു. അപ്പോൾ കോളേജ് പഠനവും ഈ ചെന്നൈ യാത്രയൊക്കെ ഞാൻ ഓർക്കുക ശരിക്കും. പിന്നെ ദാസേട്ടനായിട്ടുള്ള ഫസ്റ്റ് ഡ്യുവറ്റ്, ആ ശ്വാസത്തിൻ താളം, ഒരു ഹസ്കി വോയിസിലാണ് ആ പാട്ട് പാടി. ദാസേട്ടനുമായിട്ടുള്ള ഫസ്റ്റ് ഡ്യുവറ്റ് ദാസേട്ടന്റെ എന്നും ഈ പൊന്നോണം എന്ന് പറഞ്ഞ സീരിയലുള്ള കായലിന്റെ തീരം പനയോലമേഞ്ഞ മാടം അവിടോണം കൂടാൻ പോകും നാടൻ ചീതപ്പെണ്ണെ എടി നിന്നെ കണ്ടാൽ പായുന്നുള്ളിൽ കുടിത്താളമേളം താളം തുള്ളി തുള്ളി തിരുവോണ പാട്ടും പാടി. ഇതായിരുന്നു ആദ്യം പാടിയത് സിനിമയില് ഫസ്റ്റ് ശ്വാസത്തിൻ താളം. ആ ഒരു ഹസ്കി വോയിസിലുള്ള ഒരുപാട് കഷ്ടപ്പെട്ടു ഞാൻ ഹസ്കി വോയിസ്. കാരണം ആ പാട്ട് ശബ്ദം പുറത്തു വരുമ്പം സാറ് പറയുന്നു, ഇത്രയും ശബ്ദം വേണ്ട, നല്ലോണം ഒതുക്കണം. ശ്വാസത്തിൻ താളം തെന്നലറിയുമോ, ഇടയിൽ വരും പൂതെന്നലറിയുമോ. അപ്പൊ അതങ്ങനെ ആ ഒരു ഫീലിൽ അത് വളരെ പതിയെ പാടേണ്ട പാട്ടാണെന്ന് പറഞ്ഞാൽ മൊത്തം പാട്ട് ഞാൻ കുറെ കഷ്ടപ്പെട്ടു. കാരണം ഇവിടെയും ശബ്ദം കേൾക്കരുത്, അത്രയും നമ്മൾ അടച്ച് പാടണം. അത് അടച്ചു പാടാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. അപ്പം അതൊരു എക്സ്പീരിയൻസ്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ദാസേട്ടനാണ് പാടാൻ പോകുന്നത് കൂടെ. അപ്പൊ എനിക്ക് ത്രില്ലെന്താന്ന് വെച്ചാൽ ഞാൻ പാടി കഴിഞ്ഞിട്ട് എനിക്കിത് അദ്ദേഹത്തിന്റെ ശബ്ദത്തിന്റെ കൂടെ എങ്ങനെയുണ്ട് എന്ന് എനിക്ക് കേൾക്കണം. അത് എൻ്റെ ഒരു ഭയങ്കര എക്സൈറ്റിംഗ് മൊമെന്റ് ആയിരുന്നു. കേൾക്കുമ്പോ അതൊരു ഗൂസ്ബം മൊമെന്റ് ആയിരുന്നു എനിക്ക്. അതിനുശേഷം ദാസേട്ടനോടൊപ്പം കുറെ ഡ്യുവറ്റ്സ് പാടാനുള്ള ഭാഗ്യമുണ്ട്. മുറ്റത്തെ മുല്ലേ ചൊല്ലേ, എന്തേ കണ്ണന് കറുപ്പ് നിറം. എന്റെ മറ്റൊരു ഫേവറേറ്റ് ആ പാട്ടോടെ ഒന്ന് മുള്ളിയിട്ട് നമുക്ക് എടുത്ത് എന്തേ കണ്ണന് കറുപ്പ് നിറം, എന്തേ കണ്ണനിത്ര കറുപ്പ് നിറം, കാളിന്തിയിൽ കുളിച്ചതിനാലോ കാളിയനെ കൊന്നതിനാലോ, ശ്യാമരാധേ ചൊല്ലൂ നിൻ ചുടു ചുംബനമേറ്റതിനാലോ, എന്തേ കണ്ണന് കറുപ്പ് നിറം. ഇത് അതുപോലെ തമിഴില് രാജാ സാർക്ക് തന്നെ 2-3 വേറെയും ദാസങ്ങളുടെ കൂടെ എനിക്ക് പാടാൻ പറ്റിയിട്ടുണ്ട്. എങ്കേ ഇരുന്നായ് ഇസയേ ഉണർവിലാ തരരരാ, അങ്ങനൊരു വെരി ബ്യൂട്ടിഫുൾ സോങ്സ്. പക്ഷേ എനിക്ക് അങ്ങനെ കുറേ ഭാഗ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ മെജോ ജോസഫിന്റെ മ്യൂസിക്കില് ഇനിയും മൗനമോ, നോട്ട്ബുക്ക് എന്ന് പറഞ്ഞ മൂവിയില്. സോ ദാസേട്ടൻ എന്ന് പറയുമ്പോൾ നമുക്ക് മലയാളികൾക്ക് എപ്പോഴും ഒരു വികാരമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ശബ്ദം, എനിക്ക് അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഞാൻ ഇമോഷണൽ ആവും. എനിക്ക് അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ടാ ഞാൻ കരയും. അങ്ങനെയാണ്. എനിക്ക് അത് വല്ലാത്തൊരു വിങ്ങലാണ് അദ്ദേഹത്തിന്റെ വോയിസ്. അത് കേൾക്കാത്തൊരു ദിവസമില്ല. അപ്പൊ ആ വോയിസിന്റെ കൂടെ നമ്മുടെ വോയിസ് വന്നു എന്ന് പറയുന്നത് തന്നെ എന്തോ മുജ്ജന്മ സുഹൃത്ത്. ദാസാറുമായിട്ട് ഡ്യൂറ്റ് പാടുന്ന സമയത്ത് സ്ട്രിക്റ്റ് ആയിരിക്കോ, അല്ലെങ്കിൽ ഗുരുവിന്റെ സ്ഥാനത്താണോ നിൽക്കുക, അല്ലെങ്കിൽ ആസ് എ കോ സിംഗർ? എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ആരാണ് കൂടെ നിന്ന് പാടുന്നത് അതൊന്നും നോക്കരുത്. നമ്മൾ പാടാൻ പോയാൽ നമ്മുടെ ഭാഗം നമ്മൾ വൃത്തിയായിട്ട് എന്താണോ ആ പാട്ട് ഡിമാൻഡ് ചെയ്യുന്നത് അത് അങ്ങ് പാടുക. അതെനിക്ക് പണ്ട് പഠിപ്പിച്ചു തന്നൊരു പാഠമാണ്. അതായത് എൻ്റെ എല്ലാം അല്ലേ പാടാൻ വേണ്ടി സ്റ്റേജിൽ നിന്നപ്പോൾ എൻ്റെ അടുത്ത് പോടാന്ന് പറയാം. ഞാൻ പറഞ്ഞില്ല, ഞാൻ പറയുന്നേ ഇല്ല, ഞാൻ എന്ത് ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ല. അപ്പൊ എനിക്ക് വല്ലാത്ത ചമ്മല്, ഞാൻ എങ്ങനെയാ അത് പറയാ. അപ്പൊ അവിടെ നിർത്തി എന്നെ 3-4 പ്രാവശ്യം അത് പാടിച്ചു. എന്നിട്ട് പറഞ്ഞു, അത് പറഞ്ഞിട്ട് പോയാൽ മതി. അവസാനം ഞാൻ അത് പറഞ്ഞു. അപ്പൊ എൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അത് പാടുമ്പോ അവിടെ അങ്കിള് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഒന്നും അവിടെ നോക്കരുത്. എന്താ നമ്മള് സിംഗിങ് എന്താണോ, ഗുരുവാണോ, അതൊന്നും നോക്കണ്ട, ജസ്റ്റ് സിങ്, അത്രേ ഉള്ളൂ. അപ്പൊ ആ ഒരു കാര്യം ഞാൻ എപ്പോഴും മനസ്സിൽ വെക്കാറുണ്ട്. അപ്പൊ അങ്കിളിന്റെ കൂടെയാണ് ഡ്യുവറ്റ് പാടുന്നത് കേൾക്കുമ്പോൾ ഉള്ളിലൊരു സന്തോഷം ഉണ്ടാകും. കാരണം അത് ഇറങ്ങുമ്പോൾ നമുക്കൊരു ത്രില്ല.
പക്ഷെ അല്ലാതെ ഞാൻ ടെൻഷൻ അടിക്കാറൊന്നുമില്ല. ജോൺസൺ മാഷ്, MG സാറ്, രവീന്ദ്ര മാഷ്, അങ്ങനെ ഒരുപാട് ലെജൻസിന്റെ കൂടെ പാടാൻ പറ്റിയിട്ടുണ്ട്. അധികം ആർക്കും കിട്ടാത്തൊരു ഭാഗ്യം ചേച്ചിയുടെ കാലഘട്ടത്തില്. അപ്പൊ അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്ത് ടൈമിംഗ് ആണെന്ന് അറിയില്ല. എന്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ നന്ദി പറയുന്നത്. ഞാൻ ആ ജനിച്ച സമയം കുറച്ചുകൂടെ ഞാൻ ലേറ്റ് ആയിരുന്നെങ്കിൽ ഒരു പക്ഷെ എനിക്ക് ഇവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യാൻ, അതായത് ഈ പറയുന്ന ദേവരാജ മാഷിന്റെ കൂടെ വരെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അതൊന്നും എനിക്ക് സാധിക്കില്ലായിരുന്നു. ഞാൻ കുറച്ച് ടൈം ഒരു 2 വർഷം കഴിഞ്ഞിട്ട് ജനിച്ചതെങ്കിൽ. പക്ഷെ എന്റെ ആ ഒരു ടൈമിങ്ങിന് ഞാൻ ദൈവത്തോടും എന്റെ പേരൻസിനോടും നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച് എന്നുള്ളത്. കാരണം ലൈഫിൽ കിട്ടാവുന്ന ഭാഗ്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ ദേവരാജൻ മാഷ്, അർജുനൻ മാസ്റ്റർ, ഇവരുടെയൊക്കെ കൂടെ എനിക്ക് പാടാൻ പറ്റി. അവരുടെയൊക്കെ പ്രോജക്ട്സിൽ, റെക്കോർഡിങ്സിൽ. ഇപ്പം അർജുനൻ മാഷ് നിറയെ നാടകഗാനങ്ങൾ ചെയ്തു, അദ്ദേഹം ഒരു സിനിമ ചെയ്തു, സീരിയൽസ് ചെയ്തു, അതിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റി. ശ്രീകുമാരൻ തമ്പി സാറൊക്കെ ലെജൻഡ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. എന്റെ പേര് സത്യത്തില് മഞ്ജരി ബാബു രാജേന്ദ്രൻ എന്നാണ് എന്റെ സ്കൂൾ ഫുൾ നെയിം. അപ്പൊ സിനിമയില് പേര് ഇടുമ്പോ അത് ഒരു വലിയൊരു പേരായി പോയി, 3 ആൾക്കാരുള്ള നിൽക്കുന്ന മാതിരി. അത് വേണ്ടെന്ന് പറഞ്ഞു. അപ്പം അത് മഞ്ജരി എന്ന് മതി. അത് തമ്പി സാറാണ് പറഞ്ഞത്. ആ മോളുടെ പേരിടുമ്പോ അത് ആ ഫസ്റ്റ് ഉള്ള പേര് മാത്രം മതി. അപ്പൊ അദ്ദേഹമാണ് പറയുന്നത് ഈ പേര് ഇത്രയും മതി, വെച്ചാൽ മതി എന്നുള്ളത്. പിന്നെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഒരു ക്യാമറയുടെ ഫ്രണ്ടില് ആദ്യത്തെ ഷൂട്ട്, അദ്ദേഹം സീരിയൽസ് ഒരുപാട് ആ സമയത്ത് ചെയ്തിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സീരിയലിന്റെ പാട്ട് ഞാൻ പാടി. അപ്പൊ അത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറ വെച്ചപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു, മോളെ ഈ ആംഗിൾ കൊള്ളാം, ഈ ആംഗിളിനേക്കാൾ ഇതെല്ലാം നല്ലതാ, പക്ഷെ ഈ ആംഗിൾ വളരെ നല്ല. അപ്പൊ അദ്ദേഹം അത്രയും എത്രയോ സിനിമകളുടെ ഡയറക്ഷനും, ലിറിസിസ്റ്റാണ്, പ്രൊഡ്യൂസറാണ്, എല്ലാമാണ്. അപ്പം എനിക്ക് അവിടെ നിന്ന് തന്നെയാണ് എനിക്ക് എൻ്റെ ഒരുപാട് ഇനീഷ്യൽ ഒരു സ്റ്റേജിൽ ഞാൻ തുടങ്ങുന്ന സമയത്തുള്ള കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയതും കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു തന്നു. അപ്പൊ ഇന്നും ഞാൻ ഓർക്കുന്നത്, അപ്പൊ ഇപ്പൊ ഈ ക്രിസ്മസിന് ഞാൻ അദ്ദേഹത്തിന്റെ വരികളിലാണ് ഒരു പാട്ട് പാടിയത്. അപ്പൊ ആ ബന്ധം ഇപ്പോഴും ഉണ്ട്. അപ്പൊ തമ്പി സാർ എന്ന് പറയുമ്പോൾ ഞാൻ എത്രയോ പാട്ടുകൾ അദ്ദേഹത്തിന്റെ പാടിയിട്ടുണ്ട്. അതൊക്കെ മഹാഭാഗ്യങ്ങളിൽ കിട്ടുന്നതാണ്. അതുപോലെ MG രാധാകൃഷ്ണൻ സാറ്, പിന്നെ രവീന്ദ്രൻ മാസ്റ്റർ, രാജ സാർ ഓഫ് കോഴ്സ്, പിന്നെ ജോൺസൺ മാസ്റ്റർ, വിദ്യാസാഗർ സാറ്, നിറയെ, S ബാലകൃഷ്ണൻ സാറ്, SP വെങ്കടേഷ് സാറ്. അപ്പം SP വെങ്കടേഷ് സാറൊക്കെ സൂപ്പർ ഹിറ്റ്സ് ചെയ്തൊരു മ്യൂസിക് ഡയറക്ടറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പടത്തിൽ പാടാൻ പറ്റി, S ബാലകൃഷ്ണൻ സാറിന്റെ പാടാൻ പറ്റി. അപ്പൊ അങ്ങനെ കുറെ ഭാഗ്യങ്ങള് കിട്ടിയിട്ടുണ്ട്. സോ ഐ വാസ് റിയലി ലക്കി. ആ ടൈമിങ്ങിന് ഞാൻ നന്ദി പറയുന്നു. രാജസാറിന് വേണ്ടി 50ഓളം പാട്ടുകൾ പാടിയിട്ടുണ്ട്. രാജസാറിന്റെ കയ്യിൽ നിന്ന് പഠിക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? പ്രധാനപ്പെട്ട കാര്യങ്ങള് മ്യൂസിക്കിലുള്ള ഒരു ഡിസിപ്ലിൻ, പഠിക്കുന്ന രീതി, പിന്നെ മ്യൂസിക്കിന് നമ്മൾ കൊടുക്കുന്ന ഒരു വാല്യൂ, ഡെഡിക്കേഷൻ. കാരണം അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും കമ്പയർ ചെയ്യാനേ പറ്റാത്തൊരു കാര്യമാണ്. അദ്ദേഹം ഇന്ന സമയം അവിടെ എത്തിയിരിക്കും. അപ്പൊ എല്ലാവർക്കും അറിയാതെ ഈ സമയത്ത് ആ പാലം കടന്നിരിക്കും വണ്ടി, എന്നിട്ട് ഇവിടെ ഈ സമയത്ത് എത്തും. അപ്പൊ അതൊക്കെ കൃത്യനിഷ്ഠയോടുകൂടി അദ്ദേഹം കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ്. അപ്പൊ പിന്നെ സാറിന്റെ പാട്ടുകളായാലും നമ്മൾ സ്റ്റേജിൽ പാടുമ്പോഴും എപ്പോഴും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ എലിമെന്റ്സ് നമുക്ക്, വെൻ യു കീപ് ലിസണിങ് ടു ഇറ്റ്, കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പുതിയ പുതിയ വാതിൽ തുറക്കുന്ന പോലെയാണ് അതിനകത്ത്. അപ്പൊ ഞാനൊരു അനലൈസ് ചെയ്യാനും സാറിന്റെ കോമ്പോസിഷൻസ് ഒരുപാട് ഒബ്സർവ് ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ എനിക്ക് പാടാൻ കിട്ടിയ ഓരോ പാട്ടുകളും അതിനകത്ത് ഇപ്പൊ നമ്മൾ പാടാൻ ചെല്ലുമ്പോൾ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഇറ്റ്സ് ഓൾവേസ് എ ലേണിംഗ് എക്സ്പീരിയൻസ്. ഇതിപ്പോ സംഗീത ലോകത്തേക്ക് പാരന്റ്സ് ആയിരുന്നു ഇതെങ്ങനെ പോവാം, ഇത് ചൂസ് ചെയ്യാം എന്നുള്ള കാര്യം. ഇപ്പൊ പഠനം അതേപോലെ തന്നെ സംഗീതം വരുന്ന സമയത്ത് പാരന്റ്സ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് സംഗീതം. എന്റെ അമ്മയുടെ ഫാമിലിയിലെല്ലാം ഡോക്ടേഴ്സാ, അച്ഛന്റെ ഫാമിലിയിലും ഉണ്ട്, കുറച്ച് ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പൊ കൂടുതലും ഈ എല്ലായിടത്തും ആരാ ഡോക്ടറാ. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനൊരു ഡോക്ടർ ആയാലോ, ഇതൊക്കെയുള്ള രീതിയിലൊരു ചിന്തയൊക്കെ വന്നു. പക്ഷെ എനിക്ക് സയൻസ് എടുക്കണം എന്ന് വലിയ ആഗ്രഹമായിരിക്കുമ്പോഴാണ് എൻ്റെ അമ്മ അറിയില്ല, കോമേഴ്സ് എടുത്താൽ മതി. അപ്പോൾ ഞാൻ വെച്ചാൽ അതെന്താ. അപ്പൊ എന്റെ ടീച്ചറിനെ കൊണ്ട് ഞാൻ റെക്കമെൻഡ് വരെ ചെയ്യിപ്പിച്ചു. ഒന്ന് പറയൂ പ്ലീസ്, എനിക്ക് സയൻസ് വേണം. പറഞ്ഞു ഇല്ല, കോമേഴ്സ് എടുത്താൽ മതി. പറയുന്ന കേട്ടത് കോമേഴ്സിലൊന്നും ഇല്ല, അത് കോമേഴ്സിൽ ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. പക്ഷെ അമ്മയ്ക്ക് അന്നത്തെ ഒരു എന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും മ്യൂസിക്കാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അന്നത്തെ ഒരു സെലക്ഷൻ ഐദർ സയൻസ് ഓർ കോമേഴ്സ്. അപ്പൊ ഇതിലേതെങ്കിലും ഒന്നേ ഉള്ളൂ.
അപ്പൊ കോമേഴ്സുകാരെ കുറച്ച് പറയല്ലേ ഞാൻ, കാരണം കോമേഴ്സ് ഞാൻ പഠിച്ച ആളാ, ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പൊ ഞാനിങ്ങനെ അമ്മയുടെ അടുത്ത് പറയുന്നത്, അമ്മ എന്താലോചിച്ചിട്ട് എന്നെ കോമേഴ്സിൽ കൊണ്ട് ചേർത്തത്, കോമേഴ്സിൽ ഒരുപാടുണ്ട്. പക്ഷെ എന്റെ ടീച്ചേഴ്സ് ഒക്കെ വളരെ നല്ല ടീച്ചേഴ്സ്, നല്ല ഇൻട്രസ്റ്റോടെ പഠിച്ചു ഞാൻ. പക്ഷെ ഈ പറഞ്ഞ പോലെ കോളേജ് പഠനം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നാട്ടിലേക്കായിരുന്നു. ഞാൻ പഠിച്ചത് മുഴുവൻ മസ്കറ്റിലാണ്, സ്കൂളിംഗ് ചെയ്തത് മുഴുവൻ, 12th കഴിഞ്ഞതും പിന്നെ നാട്ടിലേക്ക് വന്നു. അപ്പൊ അതും അമ്മയുടെ ഡിസിഷൻ ആയിരുന്നു, ട്രിവാൻഡ്രം വിമൻസ് കോളേജ്. അതെല്ലാം ഓൾറെഡി പ്ലാൻ ചെയ്ത പോലെ. അപ്പൊ എനിക്ക് എന്റെ അമ്മേനെ ഞാനിപ്പോ മനസ്സിലാക്കുന്നത്, ഷീ വാസ് എൻ ഏഞ്ചൽ സെന്റ് ബൈ ഗോഡ്. കാരണം എന്റെ എല്ലാ കാര്യങ്ങളും ഇത്രയും പ്ലാൻഡ് ആയിട്ട് എങ്ങനെ പോകാൻ പറ്റും ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ. അപ്പം എനിക്ക് എന്റെ അമ്മ ഒരു ദൈവമായിട്ട് അയച്ച ഒരു ഏഞ്ചലാണ്. അപ്പൊ എനിക്കിങ്ങനെ ഇതാണ് നെക്സ്റ്റ് ഇവിടെ എല്ലാ വഴികളും എനിക്ക് ഇങ്ങനെ പാത്ത് വെട്ടി തന്നത്. അതെ. അങ്ങനെയല്ല, ആ സമയത്ത് അമ്മയായിരുന്നു കോളേജ് തീരുമാനിച്ചതും തിരുവനന്തപുരത്തേക്കുള്ള ഷിഫ്റ്റ് ഒക്കെ. ആ സമയത്ത് ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല? എന്റെ സ്കൂളിൽ നമുക്ക് ഈ ഗ്രേഡ് ഇവര് ക്യാമ്പിനൊക്കെ പോണം. അപ്പൊ ക്യാമ്പിന് പോയാല് ഗ്രേഡ് ഉണ്ട്, മാർക്ക് തരും. എന്നെ എന്ത് ചെയ്താലും ക്യാമ്പിന് വിടില്ല. അപ്പൊ ഗൈഡ്സ് ക്യാമ്പ് അതിനുള്ള, അപ്പൊ ഞാൻ ഒരു ക്യാമ്പിനും പോകാറില്ല. അവസാനം ടീച്ചർ പറഞ്ഞു, ഇനി ക്യാമ്പിന് വന്നില്ലെങ്കിൽ ഞങ്ങള് ഫെയിൽ ചെയ്യും പരീക്ഷയിൽ എന്ന്. വെറുതെ പറഞ്ഞതാ. അപ്പൊ ഞാൻ അമ്മയോട് പോയി പറഞ്ഞു. അമ്മ പറഞ്ഞു, പക്ഷേ ഇത് വലിയ കഷ്ടമായില്ലോ, അപ്പൊ എന്താ ചെയ്യുക? ഓക്കെ, നോ പ്രോബ്ലം. അപ്പൊ ടീച്ചറുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ടീച്ചർ ഒന്ന് അമ്മയോട് പറഞ്ഞു. ഞാന് അപ്പൊ അങ്ങനെ സമ്മതിച്ചു. ചെന്നു. രാവിലെ ഉച്ച വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കുണ്ട് ഒരു 10:30 മണിയായപ്പോണ്ട് ഒരാള് സ്കൂളിൽ എന്നെ പിക്ക് ചെയ്യാൻ. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്താ പറയാല്ല, ടീച്ചറോട് ചോദിച്ചു. അപ്പൊ ടീച്ചർ പറയാം, മഞ്ജരി, ഇപ്പം അമ്മ പറഞ്ഞു ഇവിടെ രാത്രിയിൽ കുട്ടികളുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ സംസാരിച്ച് ശബ്ദം കളയും, ബഹളം വെക്കും, അതുകൊണ്ട് പിക്ക് ചെയ്യാൻ വന്നത്. എന്നെ 10:30 പിക്ക് ചെയ്തിട്ട് രാവിലെ 6 മണിക്ക് കൊണ്ടാക്കി. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മ ടു മച്ച്. അപ്പൊ അന്ന് കുറച്ച് എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ദേഷ്യം എന്നുള്ള കാര്യമൊന്നുമല്ല, അതൊക്കെ പെട്ടെന്ന് തീരും. അത് ചെന്നെങ്കിൽ നല്ല ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എന്റെ ദേഷ്യമൊക്കെ തീരും. പിന്നീട് എപ്പെങ്കിലും അമ്മ പറഞ്ഞിട്ടുണ്ടോ, നിനക്ക് അന്ന് എന്നോട് വിഷമം തോന്നിയിട്ടുണ്ടോ? അങ്ങനത്തെ ഒരു ചോദ്യമില്ല. അമ്മയുടെ ഡിസിഷൻ കറക്റ്റ് ആണ്, അതാണ് അമ്മയുടെ ഒരു രീതി. പിന്നെ ഞാനും അതിനോട് തർക്കിക്കാൻ പോവാറില്ല, കാരണം എന്തുകൊണ്ടും അത് എനിക്ക് നല്ലതേ ഭവിച്ചിട്ടുള്ളൂ. ഗിരീഷ് പുത്തഞ്ചേരി സാറുമായിട്ടുള്ള കൂടിക്കാഴ്ച എങ്ങനെയായിരുന്നു? അദ്ദേഹം, ഗിരീഷ് ഏട്ടൻ ഈ പറഞ്ഞ പോലെ ഒരു ടെലിഫിലിം അദ്ദേഹത്തിന്റെ തന്നെ സംഗീതത്തിലായിരുന്നു, അദ്ദേഹം എഴുതിയ വരികൾ. അപ്പം അങ്ങനെ ഞാൻ നാട്ടിൽ വന്ന സമയത്ത്, ഈ കോളേജ് പഠനമൊക്കെ ആയ സമയത്ത് ഈ ചെറിയ ചെറിയ വർക്കുകൾ ഇങ്ങനെ പാടുമായിരുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അദ്ദേഹത്തിന്റെ ഈ ടെലിഫിലിം എന്ന് പറഞ്ഞൊരു സംഭവത്തിൽ പാടാന്നുള്ളത്. അപ്പൊ അതിൽ ഞാൻ പാടാൻ ചെന്ന സമയത്താണ് എനിക്ക് അദ്ദേഹം ഇങ്ങനെ, ഇളയരാജ സാറിന്റെ അടുത്ത് അദ്ദേഹത്തിന് ഒരു പ്രോജക്റ്റ് ഉണ്ട്, അപ്പം കുട്ടി അവിടെ വരും, അവിടെ ഒരു വോയിസ് ടെസ്റ്റ് ചെയ്യാം, അതൊരു നല്ല കാര്യമായിരിക്കും. അങ്ങനെയാണ് ആ ഒരു ലിങ്ക് അവിടെ വന്നത്. അപ്പം ഗിരീഷ് ഏട്ടനെ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുഞ്ഞിലെ നാട്ടിൽ വരുന്ന സമയത്ത് നമ്മൾ ഈ ലളിത ഗാനങ്ങളൊക്കെ പഠിക്കാനും അത് റെക്കോർഡ് ചെയ്തിട്ട് കൊണ്ടുപോകാനൊക്കെ കുറെ സാഹചര്യങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ കോമ്പറ്റീഷന് പാടി പ്രൈസ് മേടിക്കണം എന്നുള്ളത് അവിടുത്തെ ഒരു സംഭവമാണ്. അപ്പൊ അങ്ങനെ ഗിരീഷ് ഏട്ടനും MG രാധാകൃഷ്ണൻ സാറും കൂടിയുള്ള ഒരു കോമ്പിനേഷനിലുള്ള ഒരു പാട്ട്, അവരായിരുന്നു ഇഷ്ടംപോലെ ലളിത ഗാനങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പാട്ട് വേണം എന്നുള്ളത് കൊണ്ട് അങ്ങനെ നമ്മൾ അവരെ അപ്രോച്ച് ചെയ്തതായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അത് അന്ന് അദ്ദേഹം നല്ല പനി പിടിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹം ആ പാട്ട് എഴുതി അത് MG രാധാകൃഷ്ണൻ സാർ ട്യൂൺ ചെയ്ത്, അത് ഒരു വലിയൊരു സംഭവമായിരുന്നു. അത് ആ ഒരു പാട്ട് എനിക്ക് കിട്ടിയത് വലിയൊരു ഭാഗ്യമായിരുന്നു. അപ്പൊ അതാണ് പിന്നെ പോയിട്ട് പാടി പ്രൈസ് മേടിച്ചത്. പിന്നെ കുറെ വർഷങ്ങൾ അത് തന്നെ പാടി പ്രൈസ് മേടിച്ചു. ആ പാട്ട് ഒന്നുകൂടെ പാടിയാലോ? അപ്പൊ പാടാൻ തുടങ്ങുമ്പോൾ എൻ രുദ്രവീണയിൽ പ്രണവ പഞ്ചാമൃതം പകരുമമ്മേ. പാടാൻ തുടങ്ങുമ്പോൾ എൻ രുദ്രവീണയിൽ പ്രണവ പഞ്ചാമൃതം പകരുമമ്മേ. നാവിൻ തുമ്പിൽ നീ വിടർത്തേണമേ നാദചന്ദ്രോദയ ലയമധുരം. പാടാൻ തുടങ്ങുമ്പോൾ എൻ രുദ്രവീണയിൽ പ്രണവ പഞ്ചാമൃതം പകരുമമ്മേ. ഇങ്ങനൊരു ഒരു ഭക്തിഗാനം ഗിരീഷ് സാറ് തന്നെ കമ്പോസ് ചെയ്ത്, ലിറിക്സ് എഴുതി കമ്പോസ് ചെയ്തൊരു പാട്ടാണ് ഗണശ്യാമ. അതെ,
ഘനശ്യാ അതും കൂടെ ഒന്ന് എന്റെ ഫേവറേറ്റ് അത്. ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. ഘനശ്യാ 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 രാധേ പാടുക പാവനഗാനം പരിഭവരാഗിലഗാനം ഘനശ്യാ 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 ഘനശ്യാ. അന്നത്തെ ആ സ്റ്റുഡിയോയിലെ ഓർമ്മകളൊന്ന് പറയാമോ? ഘനശ്യാമ ഷൂട്ട് ചെയ്യാൻ പോയപ്പോഴുള്ള. ഘനശ്യാമ എടുക്കാൻ പോയ സമയത്ത് അദ്ദേഹം എനിക്ക് അവിടെ എല്ലാ പാട്ടും എല്ലാം പഠിപ്പിച്ചു തന്നിട്ട് അദ്ദേഹം പുറത്തേക്ക് പോയി. പറഞ്ഞു മോള് പാടിക്കോന്ന് പറഞ്ഞു, ഇഷ്ടമുള്ള പോലെ പാടിക്കോന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു റൂട്ടാണ് ഈ പാട്ട്. താരാരി തരരാ. അപ്പൊ ഞാനത് എൻ്റെ ഒരു എനിക്ക് ഈ കൃഷ്ണൻ രാധ അങ്ങനത്തെ ആ ഒരു വരികളൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് ശരിക്കും അദ്ദേഹത്തിന്റെ വരികൾ എന്ന് പറയുന്ന ഒരു മാസ്മരിക തലത്തിലാണ് അദ്ദേഹം എഴുതുന്നത്. അപ്പൊ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് വരികള്. അപ്പൊ ആ വരികളൊക്കെ കണ്ട് ശരിക്കും പിന്നെ അദ്ദേഹം പാടും. അതൊരു ഭയങ്കര ഒരു പ്രത്യേകതയാണ്. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് പാടുകയും ചെയ്യും. അപ്പൊ നല്ലൊരു ട്യൂൺ. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞ ഇത് എങ്ങനെയാന്ന് വെച്ചാൽ സംഗതികളും എന്താന്ന് വെച്ചാൽ ഇട്ടിട്ട് ഇഷ്ടമുള്ള പോലെ പാടിക്കോളൂ. അപ്പൊ ഞാൻ എൻ്റെ ഒരു ടൈം എടുത്ത് ഞാൻ പാട്ടൊക്കെ പാടി. ഇപ്പൊ ഒരു 1 hour കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം തിരിച്ചു വന്ന് പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നന്നായിട്ടുണ്ട്. പിന്നെ ഇത് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ ഷൂട്ടിങ് ആ സമയത്ത് എനിക്ക് ഒരു ഭയങ്കര പേടിയായിരുന്നു. ഞാൻ അധികം അങ്ങനെ ഒരു ഇതിലേക്ക് പോയിട്ടില്ല, വിഷ്വലിലേക്ക് വരുന്ന രീതിയിലൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഞാൻ അത് എന്നോടൊരു പരിഭവമായി. അതെന്താ ഷൂട്ടിങ് ചെയ്താൽ കുഴപ്പം? ഞാൻ ഗിരീഷേട്ടാ ഞാൻ ഈ ക്യാമറ ഒന്നും എനിക്ക് അങ്ങനെ ഒരു ഇത് പിടിയില്ല. കാരണം അന്ന് നമ്മൾ അതൊന്നും ശീലിച്ചിട്ടില്ലല്ലോ. അത് ജസ്റ്റ് പോവാ, പാടുക, തിരിച്ചു വരിക. അങ്ങനെയൊന്നുമല്ല, അതൊക്കെ പഠിക്കണം. അതൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ ആവശ്യം വരും. അന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം ഇന്നിപ്പോൾ എല്ലാ പാട്ടുകളും വിഷ്വൽസ് ഒക്കെ എടുത്തിട്ടാണ് എല്ലാവരും പോകുന്നത്. അപ്പൊ ഇപ്പൊ ഏത് പാട്ട് പാടിയാലും വിഷ്വല് വളരെ ഇമ്പോർട്ടന്റ്. അന്ന് അത് അങ്ങനെ ഇല്ല. അന്നൊരു പാട്ടൊരു CD-യിൽ ഇട്ട് കഴിഞ്ഞാൽ ആ പാട്ടിന്റെ ഒരു ഇതില് അതങ്ങ് കേട്ടു പോകും ആൾക്കാര്. ഇന്നിപ്പോ എല്ലാവർക്കും കേൾക്കുക മാത്രമല്ല അത് കാണുക കൂടെ ചെയ്യണം. നേരത്തെ ഗിരീഷ് സാറിന്റെ ഒരു ഭജനയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നെ ഒരു സിനിമയിൽ മുഖം കാണിക്കേണ്ടായി. അതെ രജിഷ, അത് നമ്മള് ഈ സ്റ്റുഡിയോയിൽ നിന്നിട്ട് അവര് ക്യാമറ വെച്ചിട്ട് നമ്മൾ പാടുന്നത് പോലെയല്ല. ഗിരീഷ് ചേട്ടൻ പറഞ്ഞ അഭിനയിക്കണം എന്നാ പറഞ്ഞു. അപ്പൊ അതെനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു. ഞാന് അന്ന് എനിക്ക് അയ്യോ ഗിരീഷ് ചേട്ടാ വേണ്ട, അത് എനിക്ക് വലിയ ടെൻഷനാ, അതൊക്കെ ഭയങ്കര. അപ്പം അദ്ദേഹം അത് കുറച്ചൊരു പരിഭവം പറഞ്ഞെങ്കിലും പക്ഷെ ആ ആൽബം അവർ ഷൂട്ടൊന്നും ചെയ്തില്ല, അത് അവര് റെക്കോർഡ് ഇറക്കുക ചെയ്തത്. പക്ഷെ പോസിറ്റീവ് എന്ന് പറഞ്ഞ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് അലക്സ് പോൾ സാറുടെ സംഗീതത്തില് ഒരിക്കൽ നീ പറഞ്ഞു ഈ പാട്ട് ഫുൾ റെക്കോർഡ് ചെയ്തപ്പോ ഞാൻ കുറെ സ്വരങ്ങളൊക്കെ പാടി എല്ലാം കഴിഞ്ഞ് തിരിച്ച് വേറൊരു പ്രോഗ്രാം നിൽക്കുമ്പോൾ എനിക്ക് കോള് വന്നു പറഞ്ഞു മഞ്ജരി ഇത് അഭിനയിച്ചാലേ പറ്റുള്ളൂ, അഭിനയിച്ചില്ലെങ്കിൽ ഞങ്ങൾ പാട്ടുകാരിയെ മാറ്റുന്നു. ഞാൻ അയ്യോ പ്ലീസ് എനിക്ക് അഭിനയിക്കാൻ താല്പര്യമില്ല പ്ലീസ്, ഇതൊക്കെ ഞാൻ പറയില്ല, അല്ലെങ്കിൽ ഞങ്ങൾ പാട്ട് മാറ്റാം. അപ്പൊ ചുമ്മാ പറഞ്ഞതാ. അപ്പൊ വി കെ പ്രകാശിന്റെ അദ്ദേഹത്തിന്റെ ഒരു ഐഡിയ ആയിരുന്നു, അതായത് പാട്ടുകാരും അതിൽ വേണം അഭിനയിക്കുന്നവരും വേണം എന്നുള്ളത്. അപ്പൊ അത് ഒരു ഡിഫറെന്റ് രീതിയിലാണ് ചെയ്തത്. ഒന്നും പേടിക്കാനില്ല, നിങ്ങൾ ഒരു മരത്തിന്റെ ചോട്ടിൽ നിന്ന് പാടിയാൽ മതി എന്ന് പറഞ്ഞു. ചെന്നപ്പോ നോക്കിയപ്പോ രാവിലെ മുതൽ അവിടെ ഇരിക്കുക, വൈകിട്ട് ഷൂട്ട്, ഒറ്റ സ്ഥലം ആ മരത്തിന്റെ അടിയിൽ ഞാൻ നിൽക്കുക, ഞാൻ പാടുക ഫുള്ള്. ഞാൻ എൻജോയ് ചെയ്തു, കുറെ സമയം എടുത്തു. അപ്പോഴാണ് ശരിക്കും മനസ്സിലായത് എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട് ആക്ടേഴ്സൊക്കെ, ഈ ടെക്നീഷ്യൻസും ഡയറക്ടേഴ്സും എല്ലാവരും. അവിടുത്തെ ലൈറ്റ് ബോയ് വരെ ഞാൻ ആലോചിച്ചു എത്ര സമയം എടുക്കുന്ന ഒരു പാട്ട് സീനിന് വരെ. അപ്പൊ അവരുടെ ഡെഡിക്കേഷൻ, അവരുടെ ഇതൊക്കെ ഞാൻ ആലോചിച്ചു എന്തുമാത്രം കഷ്ടപ്പാടുണ്ട് എല്ലാത്തിന്റെയും പുറകില്. നമ്മള് പാടുന്നു, അതിന്റെ കഷ്ടപ്പാട് നമുക്കറിയാം, നമ്മൾ എത്രമാത്രം ടൈം ചെലവഴിക്കുന്നു. അപ്പൊ എല്ലാത്തിലും അതിൻ്റെതായ ഒരു ഡെഡിക്കേഷൻ വേണം. ഓക്കെ, ആ സമയത്ത് പിന്നീട് അതൊരു ക്യാമറയ്ക്ക് മുമ്പിൽ വരാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല, ഒരു ടെൻഷനും ഇല്ല. അതൊരു അനുഗ്രഹമായി മാറിയിട്ടുണ്ട്. അതൊരു അനുഗ്രഹമായി. ഓക്കെ, ലെജൻസിന്റെ കൂടെ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ തലമുറയുടെ കൂടെയും അൽഫോൻസോ സാറിന്റെ കൂടെ ഒക്കെ ചേരുന്നത്, അവരും ആ ഒരു ജനറേഷൻ തമ്മിലുള്ള ഒരു ഡിഫറൻസ്. ഞാൻ ഈ പല ജനറേഷൻസിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം
ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് ഒരു സിനിമയ്ക്ക് വേണ്ടി പാടുന്നത് അൽഫോൺസേട്ടനാ. അദ്ദേഹത്തിന്റെ പ്രോജക്റ്റാ പാടുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞ എന്റെ സ്ട്രഗിളിൽ വന്ന ഒരു കാര്യമാണ്, ആ പടം ഇറങ്ങിയില്ല. നല്ല 3 പാട്ടുകളായിരുന്നു, പടം ഇറങ്ങിയില്ല. ഭയങ്കര വിഷമായി പോയി. അങ്ങനെ അതിനുശേഷം ഞാൻ വാമനപുരം ബസ് റൂട്ട് എന്ന് പറഞ്ഞൊരു ലാലേട്ടന്റെ പടത്തിൽ പാടി. ആ പാട്ട് നല്ലൊരു സഞ്ജീവ് ലാൽ സാറിന്റെ പാട്ടാണ്. ഞാൻ എൻ്റെ കോളേജിലുള്ള ടീച്ചറുടെ ഹസ്ബൻഡാണ് സഞ്ജീവ് ലാൽ സാർ. അപ്പൊ ഞാൻ അദ്ദേഹത്തെ ഓർക്കാം ശരിക്കും ഈ ഒരു അവസരത്തിൽ. എനിക്ക് ഒരുപാട് പാട്ടുകൾ തന്നിട്ടുണ്ട് അദ്ദേഹം. പക്ഷെ ഈ പാട്ടും ഒരു ഫില്ലർ സോങ് പോലെ സിനിമയിൽ താനേ എൻ തമ്പുരുമോളെ വീരഹാർദ്രയായി തരരാരരാരി ഒരു ഹിന്ദുസ്ഥാനി സ്റ്റൈലിലുള്ള ഒരു പാട്ടായിരുന്നു. അപ്പൊ അതും എനിക്കത് ഇറങ്ങിയപ്പോഴത്തേക്ക് വിഷമായി. യോ, ഇത് സിനിമയിൽ വന്നില്ലല്ലോ എന്നുള്ളത്. അങ്ങനെ അത് ഒരു വിഷമഘട്ടത്തിലേക്ക് പോയി. അതിനുശേഷം ഞാൻ ബാലഭാസ്കറിന് ഞാൻ നിറയെ പാട്ടുകൾ പാടിയിട്ടുണ്ട്, ബ്യൂട്ടിഫുൾ സോങ്സ്. മോക്ഷം എന്ന് പറഞ്ഞ പ്രോജക്റ്റിൽ ഒരു പാട്ട്, ആ പടത്തിലൊരു പാട്ടേ ഉള്ളൂ, ഒരു താരാട്ട് പാട്ട്, അത് പാടി. അപ്പൊ അങ്ങനെയൊക്കെ ഇതൊന്നും പക്ഷെ ഇറങ്ങുന്നില്ല. പക്ഷെ നമ്മൾ ഡെസ്റ്റിനിയിൽ ബിലീവ് ചെയ്യുന്നത്, ദൈവം നമുക്ക് വേണ്ടി ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ആദ്യം ഇറങ്ങിയത് അച്ചുവിന്റെ അമ്മ. അത് ഞാൻ രാജാ സാർക്ക് ആദ്യം പാടുന്നത് പൊന്മുടിപ്പുഴയോരത്ത ഒരു ചിരി കണ്ടാൽ, പക്ഷെ ഇറങ്ങിയത് സത്യൻ അന്തിക്കാട് സിനിമാസിലൂടെ. അപ്പം സത്യൻ അങ്കിളുടെ ആ ഒരു ഡിറക്ഷനിൽ ഞാൻ ഇപ്പോൾ ഓർക്കും, എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ളായിരുന്നു. സത്യൻ അങ്കിളുടെ ആ ഒരു ഡിറക്ഷനിൽ മീര ജാസ്മിനിലൂടെ ആ വോയിസ് പുറത്തു വന്നത്. നമ്മുടെ വോയിസ് കഥാപാത്രങ്ങളിലൂടെ ചെല്ലുന്ന സമയത്ത് അത് ഇൻട്രസ്റ്റിംഗ് ആണത്. എനിക്ക് ഐ ലവ് സിംഗിങ് ഫോർ സുന്ദരിയുള്ള എല്ലാ ആക്ട്രസസും. എനിക്ക് അവർക്ക് വേണ്ടിയിട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവരത് പക്ഷെ അവരത് ലിപ്പ് ചെയ്ത് കാണുന്നത് എനിക്കത്. അവരിങ്ങനെ അവരുടെ ചുണ്ടനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അത് നമ്മുടെ ശബ്ദത്തിൽ അവരാ പാടുമ്പോൾ അതിനൊരു പ്രത്യേക ബ്യൂട്ടിയാണ്. അങ്ങനെ ഏത് ആക്ട്രസിന്റെ ആയിരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത്? അത് എല്ലാവരുടെയും ഇഷ്ടമാണ്. അത് ഞാൻ ആക്ച്വലി ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് പാടാൻ കിട്ടിയ എല്ലാ ആക്ട്രസസും എല്ലാ നടിമാർക്ക് വേണ്ടിയിട്ടും നല്ല പാട്ടുകളാണ് കിട്ടിയത്. അവരൊക്കെ മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സ്പെഷ്യലി അവര് ഇപ്പം കാവ്യ ആണെങ്കിൽ പിണക്കമാണോ അഭിനയിച്ചത്, മീര ഇഷ്ടം പോലെ, പിന്നെ പത്മപ്രിയ ആലിലയും കാറ്റലയും, അങ്ങനെ കുറേ പേര്. അപ്പൊ എല്ലാവരുടെയും ആ ഒരു ആക്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ ഇപ്പം മുറ്റത്തെ മുല്ലയില് നമ്മുടെ ഗോപികയാണ്. അപ്പൊ അങ്ങനെ സോ മെനി സോങ്സ്. ഇപ്പൊ അനന്തപത്രത്തിലെ പാട്ട് ഇറങ്ങുന്ന സമയത്ത് അതില് പാട്ട് പാടുക കൂടി മാത്രമല്ല, അതിന്റെ BGM-ലും ചേച്ചിയുടെ വോയിസ് ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് അത് അങ്ങനെ സിനിമയിലും BGM-ആയിട്ട് സ്വന്തം വോയിസ് വരുന്ന സമയത്തുള്ള ഹാപ്പിനെസ് എങ്ങനെയായിരുന്നു? അല്ല, അത് ഓഫ് കോഴ്സ് ഉണ്ട്. നമ്മൾ ആ ഒരു പാട്ട് എന്ന് പറയുമ്പോൾ ഒരു കംപ്ലീറ്റ് ക്രിയേഷൻ അല്ലേ അത്. ഇറ്റ്സ് ലൈക്ക് എ ബേബി. അപ്പം ഇതിപ്പം ചിന്നി പാടുന്ന സമയത്താണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം ദീപക് ചേട്ടൻ അങ്ങനെ ഭയങ്കര ഇംപ്രൊവൈസേഷൻ ഒക്കെ ഒരുപാട് ഫ്രീഡം കൊടുക്കുന്ന ഒരാളാണ്. അപ്പം പലതും പാടിക്കുന്നതിൻ്റെ ഇടയിൽ എന്നോട് മഞ്ജരി ഇങ്ങനെ ചെയ്താലോ, അപ്പം ഞാൻ എൻ്റെ ചില സജഷൻസ് ഇടുമ്പം ദാറ്റ്സ് നൈസ്, അത് കൊള്ളാം, അപ്പം അങ്ങനെ ചെയ്യാം. അപ്പം അതൊരു മ്യൂച്വൽ ഒരു നല്ല എന്താ പറയാ, ഇറ്റ്സ് എ നൈസ് വർക്കിംഗ് എക്സ്പീരിയൻസ്. നമുക്ക് ആ ഒരു ഫ്രീഡം കൂടെ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ഒരു ഐഡിയാസും അതിൽ ഇടാൻ പറ്റും. സോ ഇറ്റ്സ് നൈസ്. അപ്പൊ ഞാൻ മ്യൂസിക്കലി ഞാനതൊക്കെ ഒരുപാട് എൻജോയ് ചെയ്യാറുണ്ട്. അപ്പൊ എക്സ്പ്രഷൻസ് ആയാലും കാര്യങ്ങൾ. അപ്പൊ പാട്ട് ഫൈനൽ നമ്മൾ കേൾക്കുന്നത് ഈ ഷൂട്ട് കഴിഞ്ഞ് പുറത്തു വരുമ്പോഴാണ്. അപ്പോഴാണ് വാവ്. കുട്ടിത്തുള്ള ക്യാരക്ടേഴ്സിനെ തോന്നും കൂടുതൽ ഇഷ്ടമുള്ളത്? അത് സ്വന്തം കുട്ടിത്തം അതില് വിസിബിൾ ആവുന്നതുകൊണ്ടാണോ? കുട്ടിത്തം ബിക്കോസ് ഞാൻ ഭയങ്കര ഒരു ലൗഡ് പേഴ്സൺ ആണ്. എനിക്ക് ഒരുപാട് സംസാരിക്കാൻ, എനിക്ക് ഈ ചടഞ്ഞു കൂടി ഇരിക്കാൻ പറ്റില്ല. ഞാൻ അങ്ങനെ ഇരിക്കുന്ന ആളുണ്ടെങ്കിലും ഞാൻ വെറുതെ പോയി സംസാരിക്കും. അപ്പം ഐ ലൈക്ക് ടു ബി ടോക്കിംഗ് ഓൾ ദി ടൈം. ആക്റ്റീവ് ആയിട്ടിരിക്കാനാണ് എനിക്ക് ഇഷ്ടം. അപ്പൊ എന്റെ കൂടെ ഇരിക്കുക, എന്റെ അടുത്ത് ഒന്നും മിണ്ടായിരിക്കുമെന്ന് പറയും, അത്ര ഞാൻ സംസാരിക്കും. അപ്പൊ എനിക്ക് ഐ ലൈക്ക് ടു ടോക്ക് എ ലോട്ട്. എന്തെങ്കിലുമൊക്കെ കഥകൾ പറയാ. അപ്പൊ എനിക്ക് അങ്ങനത്തെ ആൾക്കാരുമായിട്ടുള്ള ഒരു വൈബ് ഇസ് ഓൾസോ ഗുഡ്. വളരെ ചെറുപ്പത്തിലെ തന്നെ കേരള സ്റ്റേറ്റിന്റെ അവാർഡ് ലഭിക്കുകയുണ്ടായി മകളെ സിനിമയിലുള്ള. ആ ഫസ്റ്റ് അവാർഡ് ലഭിക്കുമ്പോഴുള്ള ഒരു പ്രൗഡ് മൊമെന്റ് എങ്ങനെയായിരുന്നു? അത് ഫസ്റ്റ് അവാർഡ് കിട്ടുമ്പം ആ അവാർഡ് എന്താന്നുള്ള ഒരു ബോധമില്ലായിരുന്നു. കാരണം ഞാൻ സോറി ടു സേ, ഞാൻ മസ്കറ്റിൽ പഠിച്ച സമയത്ത് നമ്മൾ ഇതൊന്നും ചിന്തിക്കുന്നില്ല. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, സ്റ്റേറ്റ് അവാർഡ്, ഇതിന്റെ ഒന്നും പ്രാധാന്യം അറിയില്ല. ഇതൊന്നും ഫോളോ ചെയ്യുന്നില്ല. ഇങ്ങനെ ഉണ്ടെന്നുള്ളതൊന്നും അറിയുന്നില്ല. വന്ന് ഫസ്റ്റ് ടൈം ഇങ്ങനെ എല്ലാ ചാനലിലും ഇങ്ങനെ ഗായിക, പിന്നണി ഗായിക മഞ്ജരി എന്നുള്ള ഇത് എഴുതി വന്നപ്പോഴത്തേക്ക് പ്രൈസ് കിട്ടിയതാ. അത്രേ ഉള്ളൂ. ഒരു കലാതിലകം അതുപോലെ ഒരു പ്രൈസ് കിട്ടിയത്. യെസ്.
പാടിയതിന് ഒരു പ്രൈസ് കിട്ടി, അത്രേ ആലോചിക്കുന്നുള്ളൂ. ഫസ്റ്റ് എനിക്ക് കോള് വരുന്ന സുജാത ചേച്ചിയുടെയാണ്. ഞാൻ ആക്ച്വലി സുജുമായി എന്നാണ് വിളിക്കുന്നത് സ്നേഹത്തോടെ. അപ്പം ഷീസ് എ വെരി വെരി സ്വീറ്റ് പേഴ്സൺ. അപ്പം സുജുമായി എനിക്ക് ഇത് വിളിച്ചിട്ട്, മോളെ യു ഹാവ് എ വണ്ടർഫുൾ വോയിസ്, ഈ യുണീക്ക് വോയിസ് ആണ്, ഇത് കണ്ടിന്യൂ ചെയ്യണം, ഈ വോയിസിൽ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കര എൻകറേജ്മെന്റ് ആണ്. കാരണം അവരെ പോലെ ഒരു ലെജൻഡറി സിംഗർ നമ്മളെ വിളിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കമന്റ് കേൾക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു കാര്യമായിരുന്നു എനിക്ക്. അപ്പം സുജ്മയാണ് ആദ്യം വിളിച്ചിട്ട് എനിക്ക് എൻ്റെ ഈ സ്റ്റേറ്റ് അവാർഡിന്റെ സന്തോഷം എനിക്ക് റിയലൈസ് ചെയ്യിപ്പിക്കുന്നത്, എന്താണ് സ്റ്റേറ്റ് അവാർഡ് എന്നുള്ളത്. അത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവാർഡാണ്. ഞാൻ പിന്നെ എല്ലാവരും വിളിച്ചു തുടങ്ങിയപ്പം എനിക്കതൊരു ചിത്ര ചേച്ചി വിളിച്ചു, എല്ലാവരും വിളിച്ചിട്ട് നന്നായി പാടി എന്നുള്ളൊരു സംഭവം പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇത് പിന്നെയാണ് ഒന്ന് നുള്ളി നോക്കുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായി, ഞാൻ ഇതൊരു വലിയൊരു അവാർഡ്, അംഗീകാരം, സ്റ്റേറ്റിന്റെ അംഗീകാരം എന്നാണ് പറഞ്ഞു തന്നപ്പോ എനിക്ക് മനസ്സിലായി. ദാസേട്ടന്റെ അന്നത്തെ കമന്റ് ഓർക്കുന്നുണ്ടോ? ദാസങ്കിൾ അങ്ങനെയൊന്നും പറയില്ല. ദാസങ്കിള് കുട്ടികള് അഹങ്കരിക്കുക അങ്ങനത്തെ ഒരു രീതിയാണ്. കുട്ടികൾ അഹങ്കരിച്ചു പോകും, അതുകൊണ്ട് അവർക്ക് അങ്ങനത്തെ രീതിയിലുള്ള ഒരു അങ്കിള് ഇതുവരെ കൊള്ളാം തന്ന അങ്ങനെയൊന്നും പറയില്ല. ചില സമയത്ത് നമ്മൾ കളിയാക്കും, പറയും അവളൊരു സംഗതി പാടിയിട്ട് എന്നെ ഒന്ന് നോക്കി എങ്ങനെയുണ്ട് അങ്ങനെയൊക്കെ പറയും. അപ്പൊ അതായത് നന്നായിരുന്നു, പക്ഷെ അങ്കിൾ അതൊരു ഓവറായിട്ട് സ്വന്തം മോളെ പോലെയാണ് കരുതുന്നത്. അപ്പൊ ഓവറായിട്ടുള്ള ആ ഒരു പ്രശംസ അതൊന്നും പറയില്ല. വഴി തെറ്റിപ്പോണ്ട, ഫോക്കസ് മാറണ്ട എന്നുള്ളതുകൊണ്ട്. സോ എന്നോട് പറയും പ്രാക്ടീസ് ചെയ്യട്ടെ, കീപ് പ്രാക്ടീസിങ്. അതെപ്പോഴും പറയുന്ന കാര്യമാണ്. സോങ് പാടിയിരിക്കുന്നത് 18ാമത്തെ വയസ്സിലാണ്. പക്ഷെ ആ പാട്ട് കേൾക്കുമ്പോൾ ഒരു മദർഹുഡ് ഫീല് നമുക്ക് അത് മൊത്തത്തിലങ്ങ് കിട്ടുന്നുണ്ട് ആ സമയത്ത്. ഓൾ ക്രെഡിറ്റ്സ് ടു രമേശ് നാരായൺ സർ. കാരണം രമേശ് നാരായൺ സാറാണ് ആ പാട്ടിനെ പഠിപ്പിച്ചത്. അവിടെ കൈതപ്രം സാർ ആ സമയത്ത് ഇല്ല. അപ്പം സാറിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അപ്പൊ ഇതൊരു അമ്മ മകൾ എന്നുള്ളൊരു ഫീല് വരണം. അപ്പൊ ഈ കുട്ടി 18 വയസ്സേ ഉള്ളൂ, ഇതിപ്പോ എങ്ങനെ പറഞ്ഞു കൊടുക്കും? ആ പാട്ടിൽ ഉണ്ടായി വന്ന ഓരോ ഫീലും, ആ പാട്ടിലുണ്ടായ ഓരോ എക്സ്പ്രഷനും തീർച്ചയായിട്ടും രമേശ് നാരായൺ സാറിന്റെ കഴിവാണ്. അദ്ദേഹം എന്നെ പാടിച്ച രീതി, ഞാൻ ഇപ്പോഴും ഓരോ കാര്യം അദ്ദേഹം ആ പാട്ട് പഠിപ്പിക്കുമ്പോൾ ഞാൻ ആലോചിക്കുക, ഈശ്വര ഇത് എങ്ങോട്ടേക്കാ പോകുന്ന പാട്ട്, ഇതെങ്ങനെ കറങ്ങി ഇവിടെ തിരിച്ചു വരും. അപ്പൊ ഞാൻ ഫുൾ മ്യൂസിക്കലി തിങ്ക് ചെയ്യുക. പക്ഷെ അദ്ദേഹം എനിക്ക് പറഞ്ഞത്, മോളെ അശരീരി ഓർക്ക്. അപ്പൊ അശരീരി എന്താണെന്നറിയോ? അപ്പൊ എനിക്ക് മഹാഭാരതമൊക്കെ കണ്ട് ശീലമുണ്ട്. അപ്പൊ ഞാൻ പണ്ടേ എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, മഹാഭാരതം, രാമായണം, ജീസസ് ക്രൈസ്റ്റ്, ഇങ്ങനത്തെ കുറെ ഈ ദൈവിക പടങ്ങളെല്ലാം ഞാൻ കാണും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ രാമായണത്തിൽ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, മഹാഭാരതത്തിലും കേട്ടിട്ടുണ്ട്. കൃഷ്ണ ഒരു സീരിയൽ ഉണ്ടായിരുന്നു, അത് കാണുന്ന സമയത്ത് അശരീരി ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് പോകും. അപ്പൊ അതുപോലൊരു ശബ്ദം വരണം, അത് ആകാശത്തുനിന്ന് വരുന്ന ഒരു ശബ്ദമാണ്. അങ്ങനെ മുകിലിൻ മകളെ, അപ്പൊ ആ ഒരു വോയിസ് അങ്ങനെ വരണം. അപ്പൊ ഞാനത് ഇങ്ങനെയാണല്ലേ, അങ്ങനെ ട്രൈ ചെയ്ത സംഭവം. അപ്പൊ സർ പറഞ്ഞു ഗുഡ്, അത് നന്നായിട്ടുണ്ടെന്നാണ്. അതൊന്ന് രണ്ടുപേരെ. മുകിലിൻ മകളെ പൊഴിയും കനവേ, വിണ്ണിൽ നിന്നും മണ്ണിൽ വീണ ജന്മനൊമ്പരമേ, നിന്നെ കാണാൻ നെഞ്ചിൽ ചേർക്കാൻ അമ്മ കൊതിപ്പൂ വിണ്ണിന്മേലെ, മുകിലിൻ മകളെ. പിന്നീട് സ്റ്റേറ്റ് അവാർഡിനൊക്കെ ശേഷം അഹങ്കാരി എന്നൊരു പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനെങ്ങനെയാ അതിജീവിച്ചിരുന്നത്? അതിനെ അതിജീവിക്കാന്ന് ഇപ്പൊ ഈ അന്ന് ഇതുമാതിരിത്തെ ഒരു നമുക്ക് സോഷ്യൽ മീഡിയ അന്ന് ഇത്രയും വിപുലമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ തകർന്നു പോയേനെ. അന്ന് ഇതൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. കാരണം ഞാൻ ഇത് കേൾക്കുന്നില്ലല്ലോ. ഇത് പറയുമ്പോ സത്യം പറഞ്ഞാല് മഞ്ജരി എന്ന് പറയുന്ന ഗായിക അഹങ്കാരിയാണ് എന്നുള്ളത് ഞാൻ കേൾക്കുന്നത് ഞാൻ വല്ലപ്പോഴും അവിടെ ഇവിടെയെങ്കിലും ആരെങ്കിലും പറയുമ്പോഴാണ്. അല്ലാതെ ഞാൻ ആരുമായിട്ട് എനിക്കൊരു ഇന്ററാക്ഷൻ ഇല്ല. ഞാൻ കോളേജിൽ പോവും, പാടാൻ പോവും, തിരിച്ചു വരും. ഷോസിന് പോയാൽ ഇപ്പൊ നമ്മള് ഈ വീഡിയോസും കാര്യമൊന്നും എവിടെയും വരുന്നില്ല. അപ്പൊ ആരും ഈ കമന്റ്സ് ഒക്കെ ഇന്നല്ലേ, അന്ന് ഇതൊന്നും ഇല്ലല്ലോ, ഈ ട്രോളിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം അഹങ്കാരിയാണ് ആരെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മളുടെ ചാൻസസ് ഇല്ലാണ്ടാക്കും. അതൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്.
അപ്പം എൻ്റെ ഒരുപാട് പ്രോജക്ട്സ് ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ ഇതൊന്നും അറിയുന്നില്ല. ഞാൻ ഈ പറയുന്ന മാതിരി ഞാൻ ആരോടും മിണ്ടാറില്ല. എനിക്ക് എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ അധികം തന്നെ മിണ്ടാൻ പോകണം. ഇപ്പൊ ദാസങ്കിള് പോവാ, പാടുക, തിരിച്ചു വരിക, ഇത്രയേ ഉള്ളൂ. അപ്പൊ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അപ്ബ്രിങ്ങിങ് ആയിരുന്നു എൻ്റെ. അപ്പൊ ഞാൻ ആരോടും അധികം മിണ്ടാറില്ല. ഇപ്പോഴാണ് എൻ്റെ അടുത്ത് എൻ്റെ മ്യൂസീഷ്യൻസ് ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കും, മഞ്ജരി സംസാരിക്കുമല്ലേ എന്ന്. ഞാൻ പറയും ഞാൻ സംസാരിക്കും. അന്ന് എനിക്ക് ഈ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിലും ഞാനല്ല യൂസ് ചെയ്യുന്നത്. എൻ്റെ അമ്മയുടെ കയ്യിലെ ഫോൺ, അതും ആ ഫോണിൽ ആകെപ്പാടെ പ്രോഗ്രാംസിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ കോളേജിൽ പോയി തിരിച്ച് ആ കാറിൽ കൊണ്ടുവിടുക, കാറിൽ തിരിച്ച് വീട്ടിൽ വരും. അപ്പം എൻ്റെ ലൈഫ് അത്രേ ഉള്ളൂ. എനിക്ക് ഈ പറയുന്ന ഞാനൊരു പാർലറിൽ പോവാറില്ല അങ്ങനെ അധികം. വല്ലപ്പോഴും അത് അമ്മയോട് പെർമിഷൻ ചോദിക്കും. അമ്മ ഈ പറഞ്ഞ പോലെ അമ്മ ഭയങ്കര അത് ചെയ്താൽ നമ്മളുടെ ഫോക്കസ് മ്യൂസിക് നിന്ന് മാറണ്ട എന്നുള്ളതുകൊണ്ട് എനിക്ക് തബല പ്രാക്ടീസ് ഇതൊക്കെയാണ് എൻ്റെ ഒരു ലൈഫ്. കോളേജ് വിട്ട് വന്നു കഴിഞ്ഞാൽ വീട്ടില് ക്ലാസിക്കൽ മ്യൂസിക് ഓക്കെ പഠിക്കോ, റെഡി, തമ്പുരു ഒക്കെ ഓണ ഞാനിരുന്ന് പ്രാക്ടീസ് ചെയ്യും. ചില ദിവസം തബല പ്രാക്ടീസിന് ഒരു ജയൻ ചേട്ടനുണ്ട്, അപ്പം അദ്ദേഹം വീട്ടിൽ വരും, തബല ക്ലാസിക്കൽ പ്രാക്ടീസ്. ഇത് ഫുൾ ലൈഫ് ഇങ്ങനെ മ്യൂസിക്കിൽ ഇങ്ങനെ പോകും. ആകെപ്പാടില്ല എന്റർടൈൻമെന്റ് കമ്പ്യൂട്ടർ ഗെയിമാണ്. കാരണം അന്ന് വേറൊന്നുമില്ല, കമ്പ്യൂട്ടർ ഗെയിം ഉണ്ട്. കോളേജിൽ നിന്ന് വരുന്നത് തന്നെ ഇത് കളിക്കാന്. അപ്പൊ ഞാന് എൻ്റെ ലൈഫില് ഈ പറഞ്ഞ മാതിരി അതുകൊണ്ട് വേറൊരു ഔട്ട്സൈഡ് വേൾഡായിട്ട് എനിക്ക് വലിയ കണക്ഷൻ ഇല്ല. അപ്പോൾ ഇവർ അഹങ്കാരി എന്ന് പറയുന്നത് എന്നെ വലുതായിട്ട് ബാധിക്കുന്നില്ല, കാരണം ഞാൻ അറിയുന്നില്ല. ബട്ട് എൻ്റെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ പ്രോജക്ട്സ് കുറയാൻ തുടങ്ങിയ സമയത്ത് എനിക്കത് ഇങ്ങനെ മനസ്സിലായ അഹങ്കാരിയാന്ന് പറയുന്നത്. ഞാൻ അധികം ഐ ഡോണ്ട് ടോക്ക് മച്ച്, ഞാൻ അധികം ആരോടും സംസാരിക്കൂല, വലുതായിട്ട് ചിരിക്കൂല. അപ്പൊ ചിരിക്കൂല എന്ന് കാണുമ്പോൾ തന്നെ ആ വലിയ ജാടയാണല്ലോ എന്നുള്ളൊരു സാധനം വരും. അപ്പൊ നമുക്ക് പരിചയമില്ല, എങ്ങനെ മിണ്ടണം, എന്താ ഏതാന്ന് എൻ്റെ ഉള്ളിലുള്ള തീ എനിക്കേ അറിയൂ. അപ്പോൾ ഞാന് കൂളാണ്, പക്ഷെ അത് എനിക്ക് എങ്ങനെ പ്രകടിപ്പിക്കേണ്ടെന്ന് അറിയില്ല. സൗഹൃദങ്ങൾ കുറവായിരിക്കില്ല ഈ ഒരു സാഹചര്യത്തിൽ? സൗഹൃദങ്ങൾ ഇല്ലായിരുന്നു. എൻ്റെ സൗഹൃദം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഞാൻ ഉള്ള എൻ്റെ ആ ഒരു സ്പേസ്, പുറത്തുള്ള ഒരു സൗഹൃദവും എനിക്കില്ല. കോളേജിൽ പോയാൽ കോളേജിലുള്ള ഫ്രണ്ട്സുമായിട്ട് കുറച്ചു നേരം പഠിക്കുന്ന സമയത്തുള്ള ഒരു ചർച്ചകളല്ലാതെ വേറൊന്നുമില്ല. തിരിച്ച് വീട്ടിൽ വന്നാൽ ഈ പറഞ്ഞ അവരെ ഫോൺ വിളിച്ച് എന്തൊക്കെയാ ഹായ് ഹലോ അതൊന്നുമില്ല, കാരണം ഫോൺ യൂസേജ് ഇല്ലല്ലോ, അതിന്റെ ആവശ്യം തോന്നിയിട്ടില്ല. അപ്പൊ ഐ വാസ് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രോജക്ട്സ് കുറഞ്ഞപ്പോഴത്തേക്കാണ് പിന്നെ ഞാൻ എന്നെ പറ്റിയിട്ട് ഇല്ലാത്തത് പറഞ്ഞ് നടക്കുന്ന കുറെ ആൾക്കാരെ പറ്റി ഞാൻ അറിഞ്ഞു. അതായത് ഞാൻ സ്ഥലത്തുണ്ടായിട്ടും ഞാൻ സ്ഥലത്തില്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് ഞാൻ വേണമെന്ന് വെച്ച് മനഃപൂർവ്വം പലതും അവോയ്ഡ് ചെയ്യുന്നതാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ്, അപ്പം മൊത്തത്തിൽ എന്നെ ഒരു മോശമായ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ, ഒരു അഹങ്കാരി എന്നുള്ളൊരു രീതിയിൽ ചിത്രീകരിച്ചിരുന്നു. ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ അത് ഹിറ്റ് ചെയ്തു. അപ്പൊ ഞാൻ ആലോചിച്ചു, വിഷമം ഇത്രയേ ഉള്ളൂ, നമ്മൾ അങ്ങനെ അല്ലല്ലോ, നമ്മളെ പറ്റി എന്തിനാ അങ്ങനെ പറയുന്നു? ഞാൻ ആരെയും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല, ഞാൻ ആരോടും മോശമായിട്ട് ഒന്നും ആരെയും ഞാൻ ഇന്നേ വരെ ഞാൻ എൻ്റെ കരിയറിൽ ഈശ്വരൻ സാക്ഷിയായിട്ട് ഒറ്റ മനുഷ്യനെ ഞാൻ പാര വെച്ചിട്ടില്ല. ഞാൻ ഒരാളുടെ ഓപ്പർച്യൂണിറ്റി എടുക്കാൻ ശ്രമിച്ചിട്ടുമില്ല, അത് ഞാൻ ചെയ്തിട്ടുമില്ല, ചെയ്യൂല. കാരണം ഞാൻ ഇല്ലാത്ത അവസ്ഥയിൽ വേറൊരു ആർട്ടിസ്റ്റ് പാടിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല, ഞാനത് അപ്രീഷിയേറ്റ് ചെയ്യുള്ളൂ. ഞാൻ ഇന്നേ വരെ അത് അങ്ങനത്തെ ഒരു സംഭവം ചെയ്തിട്ടില്ല. ഞാൻ എൻജോയ് ചെയ്യുന്നു, കാരണം അതൊക്കെ ദൈവത്തിന്റെ തീരുമാനം, ആര് പാടണം, എന്ത് ഷോ, എല്ലാ കാര്യങ്ങളും. അപ്പം മനസ്സുകൊണ്ട് എനിക്ക് ആ സമയത്ത് ഒരു വിഷമം ഉണ്ടായിരുന്നു, ദാറ്റ് ഞാൻ എന്താണെന്ന് അറിയാണ്ടല്ലേ എന്നെ പറ്റി ഇങ്ങനെ പറയുന്നത്. അപ്പം അതെന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ വിമർശകരോട് ഇന്ന് പറയാനുള്ള എന്തെങ്കിലും മറുപടി? അല്ല, അത് എന്നെ അറിയാത്തവര് പറയുന്നതാണ്. ഞാൻ അതിൽ മനസ്സിലാക്കുന്ന ഒറ്റ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, അവര് നമ്മളുടെ ഒരു സ്നേഹം ആഗ്രഹിക്കുന്നവരാണ്. അവര് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്ന ആ ഒരു കെയർ നമ്മളിലൂടെ കിട്ടാത്തത് കൊണ്ടാണ് അവരൊരു പക്ഷെ അങ്ങനെ സംസാരിക്കുന്നത് നമ്മളെ പറ്റി. അപ്പം എനിക്ക് ഇവരൊന്നും, ഈ പറഞ്ഞവരെ ഒന്നും എനിക്ക് നേരിട്ട് പരിചയമില്ല. നേരിട്ട് പരിചയം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ അവരെന്നെ പറ്റി അങ്ങനെ പറയില്ല. ഞാൻ എന്നെ പോലെ ഒരു വായാടി ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല. അത്രയും എന്നിട്ട് സംസാരിച്ച് ചിരിച്ച് തമാശകളൊക്കെ എന്നെ അടുത്തറിയുന്ന ആൾക്കാരും ഞാൻ അങ്ങനത്തെ ഒരു ആരോടും മിണ്ടാത്തൊരു ജാടയാന്ന് ഒരിക്കലും പറയില്ല. ഒന്നും മിണ്ടാണ്ടിരിക്കോ, ഇത്രയും പറയും. ഇന്നിപ്പോ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം സജീവൊക്കെയാണ്, യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, ഫേസ്ബുക്കിലാണെങ്കിലും എല്ലാം അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ചേച്ചി ഞാൻ ഒരുപാട് അതില് ഇൻവോൾവ് അല്ല, കാരണം നമ്മളെ ഐ തിങ്ക് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ ജനറേഷൻ, അല്ലെങ്കിൽ തിങ്കിങ് ആയിരിക്കും. ഞാൻ ഒരുപാട് നേരം അതിൽ അങ്ങനെ ഇരിക്കാറില്ല സോഷ്യൽ മീഡിയയിൽ. ഞാൻ ബാക്കി എല്ലാം കാണും. ഞാൻ ഒരുപാട് പേരുടെ റീൽസ് കണ്ട് ഞാൻ എൻജോയ്, എനിക്ക് കോമഡി ഭയങ്കര ഇഷ്ടമാണ്.
റാൻഡംലി വരുന്ന റീൽസൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്നൊക്കെ ഞാൻ അങ്ങ് ലൈക്ക് ചെയ്യാറുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ഐ ലൈക്ക് ഓൾ ഓഫ് ദാറ്റ്. ഞാനൊരു സോഷ്യൽ പേഴ്സൺ ആണ്. എനിക്ക് എല്ലാവരുമായിട്ട് അടുത്തിരിക്കാനാണ്. പക്ഷെ എന്തോ ഭാഗ്യം, ഞാനിപ്പോഴും ആ ടൈമിങ് പറയുന്നത്, ഞാൻ ഈ സമയത്താണ് ജനിച്ചെങ്കിൽ ഞാൻ മഹാ അഹങ്കാരിയാന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും ട്രോളായിരിക്കും. പക്ഷെ അതെന്തോ ആ സമയത്താണ് അങ്ങനെ വന്നത്. അതുകൊണ്ട് ഇപ്പോഴും ഇറ്റ്സ് ചേഞ്ചിങ്. കാരണം ഞാൻ അങ്ങനെ അല്ല എന്നുള്ളത് ഇപ്പൊ അറിയാം. പിന്നെ അടുത്ത സ്റ്റേറ്റ് അവാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ജയചന്ദ്രൻ സാറിന്റെ ആണ്. അത് ആദ്യത്തെ നമുക്ക് അതിന്റെ ഒരു സീരിയസ്നെസ് അറിഞ്ഞിരുന്നില്ല. സീരിയസ്നെസ് അറിഞ്ഞത് മാത്രമല്ല, ആ ഫസ്റ്റ് അവാർഡ് എനിക്ക് പോയി മേടിക്കാൻ പറ്റിയില്ല. ഞാനൊരു പ്രോഗ്രാം കമ്മിറ്റ് ചെയ്ത് പോയി. അപ്പൊ അതുകൊണ്ട് എനിക്ക് പകരം എന്റെ അച്ഛനാണ് അത് പോയിട്ട് ഏറ്റുവാങ്ങിയത്. അതൊരു സന്തോഷമായിരുന്നു. കാരണം സ്കൂൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ എല്ലാ വർഷവും പ്രൊവിഷ്യൻസി പ്രൈസ് ഉണ്ടാവുമല്ലോ. അപ്പൊ എല്ലാ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും പ്രൈസ് ഉണ്ട്. അപ്പൊ ഞാൻ ഫസ്റ്റ് സെക്കൻഡും തേർഡും വരാറില്ല. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. എൻ്റെ അച്ഛന് അന്ന് ഭയങ്കര പ്രസ്റ്റീജ് ആയിരുന്നു. അതായത് നമ്മൾ കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് പോയി ഇങ്ങനെ ഇരിക്കുക, അപ്പം പ്രൈസൊക്കെ കിട്ടുമല്ലോ, അപ്പൊ പോയിട്ട് നമ്മുടെ മക്കൾ അത് മേടിക്കുന്നത് കാണാലോ എന്നൊക്കെ. പക്ഷെ എനിക്ക് അത് പറ്റിയില്ല. പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് ഒരു സ്റ്റേറ്റിന്റെ അംഗീകാരം തന്നെ എനിക്ക് വേണ്ടി എൻ്റെ അച്ഛന് പോയി മേടിക്കാൻ പറ്റി. അപ്പൊ ഐ ഫെൽറ്റ് ഗുഡ് അബൌട്ട് ഇറ്റ്. പിന്നീട് സെക്കൻഡ് സ്റ്റേറ്റ് അവാർഡിന് ഞാൻ എന്ത് പ്രോഗ്രാം ഞാൻ എടുത്താലും ഞാൻ ഇത് പോയി മേടിച്ചേ അടങ്ങുള്ളൂ. കാരണം ഞാൻ എന്തായാലും എങ്ങനെയെങ്കിലും ഐ വിൽ മേക്ക് ഇറ്റ് എ പോയിന്റ് ഞാൻ അവിടെ പോയിരിക്കുന്നുള്ളത്. പോയി അവാർഡ് സ്വീകരിച്ചു. അച്യുതാനന്ദൻ സാറിന്റെ കയ്യിൽ നിന്നാണ് ഞാൻ അന്ന് അവാർഡ് സ്വീകരിക്കുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അദ്ദേഹത്തിന് ഞാൻ മിമിക്രി കാണിച്ചിരുന്ന ഒരു പ്രാവശ്യം സ്കൂളിൽ ക്യാഷ് പ്രൈസ് കിട്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തെ. അപ്പൊ ഇറ്റ്സ് വെരി നൈസ്. അത് നല്ലൊരു എക്സ്പീരിയൻസ്. ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഞാൻ സാറിനെ മിമിക്രി കാണിച്ചിരുന്ന ഒരു പ്രാവശ്യം കോളേജിൽ എനിക്ക് പ്രൈസ് കിട്ടിയിരുന്നു. ഗുഡ്. ആ പാട്ട് ഇവിടെ ഒന്ന്. മുള്ളുള്ള മുരിക്കിന്മേൽ മൂവന്തി പടർത്തിയ മുത്തുപോലെ തുടുത്തൊരു പനിനീരേ കാറ്റൊന്നനങ്ങിയാൽ കരൾ നൊന്തു പിടയുന്ന കണ്ണാടി കവിളത്തെ കണ്ണുനീരേ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടിയ മറ്റൊരു പാട്ടാണ് കറുത്ത പക്ഷികൾ സിനിമയിൽ. മഴയിൽ ഞാൻ പാടുന്നില്ല. സ്റ്റേറ്റ് അവാർഡ് ഉറപ്പിച്ചു അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉണ്ടായിരുന്നു. അപ്പോ അത് കിട്ടാത്തതിൽ വിഷമമുണ്ടോ? ആ പാട്ട് മത്സരിച്ചിരുന്നത് കളഭം തരാമിനോടൊപ്പമാണ്. അതുകൊണ്ട് ഐ വാസ് സോ ഹാപ്പി. കാരണം അന്ന് ഫൈനൽ റൗണ്ടിൽ വന്ന 2 പാട്ടുകൾ, ഒന്ന് ഹിന്ദുസ്ഥാനിയാണ് സ്റ്റൈലാണ്, ഒന്ന് കർണാട്ടിക് സ്റ്റൈലിലുള്ള പാട്ടാണ്. അത് മത്സരിച്ച പാട്ട്, ആ പാട്ടിന്റെ കൂടെ മത്സരിച്ചിട്ട് ഫസ്റ്റ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഭയങ്കര സന്തോഷമുള്ള മൊമെന്റ് ആയിരുന്നു അത്. ചിത്ര ചേച്ചിയുടെ ഹസ്ബൻഡ് വിജയൻ അങ്കിള് എൻ്റെ അടുത്ത് ഒരുപാട് അതിനെപ്പറ്റി പറഞ്ഞു, നന്നായി പാടിയിരുന്നു മോളെ എന്നൊക്കെ ഒരുപാട് അപ്രീസിയേഷൻ തന്നൊരു സംഭവം എനിക്ക്. പക്ഷെ അന്ന് ഓർമ്മയുണ്ട് ഇപ്പോഴും. ഇത് ഡിക്ലെയർ ചെയ്യുന്ന ദിവസം ഞാൻ രാജാ സാറിന്റെ സ്റ്റുഡിയോയിൽ പാടിക്കൊണ്ടിരിക്കുക. അപ്പം പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സാർ ഇങ്ങനെ ചെറുതായിട്ട് സൂചിപ്പിച്ചു, എന്താണ് കോമ്പറ്റീഷൻ ഒക്കെ നടക്കുകയാണല്ലോ, അതൊന്നും കാര്യമാക്കരുത്, നമ്മുടെ പാട്ടിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പൊ ഞാൻ സാർ എന്താണ് അങ്ങനെ പറഞ്ഞത്? പക്ഷെ അത് ബേസിക്കലി പ്രൈസ് കിട്ടിയില്ല അല്ലെങ്കിൽ അതിന് അവാർഡ് വന്നില്ല എങ്കിലും ചിന്തിക്കേണ്ട, മ്യൂസിക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ മുമ്പോട്ട് പോവാന്നുള്ളത്. അപ്പൊ ഞാനത് അങ്ങനെ എടുത്തു. പക്ഷെ എല്ലാരും ആ സമയത്ത് വിളിച്ചിരുന്നു, ഇത് ഫൈനൽ റൗണ്ടിൽ ഇരിക്കുകയാണ് ഈ 2 പാട്ടുകൾ. അപ്പൊ എന്റെ ഏറ്റവും വലിയ സന്തോഷത്തില് ചിത്ര ചേച്ചിയുടെ കൂടെയുള്ള ആ ഒരു പാട്ടിന്റെ കൂടെയാണല്ലോ കോമ്പറ്റീഷനിലിരുന്നത്. നോ പ്രോബ്ലം. അത് തന്നെ ഒരു അംഗീകാരമായിരുന്നു. അതോടൊപ്പം ചേർത്തു. തീർച്ചയായിട്ടും ആ പാട്ടോടെ ഷുവർ. ആ പാട്ടിലൂടെയാണ് ഞാൻ ആദ്യമായിട്ട് മമ്മൂക്കായോട് സംസാരിക്കുന്നത്. കാരണം ഈ പാട്ട് കറുത്ത പക്ഷികൾ അദ്ദേഹത്തിന്റെ പടത്തിൽ, അപ്പൊ അത് ഇറങ്ങിയ ആ പാട്ട് കേട്ടിട്ട് അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. ആദ്യമായിട്ട് അദ്ദേഹം എന്റെ ഫോണിൽ വിളിച്ച് എന്നോട് സംസാരിച്ച് ഞാൻ മമ്മൂട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. ഭയങ്കര ത്രില്ലിംഗ് മൊമെന്റ് ആയിരുന്നു. ഐ കാൺട്ട് ഫോർഗെറ്റ് ദാറ്റ്. ഇപ്പോഴും മൈ ഗോഡ്, അദ്ദേഹം എന്ന് പറയുമ്പോൾ ഒരു സംഭവമാണ്. സോ ഈ പാട്ട് ഐ ഡെഡിക്കേറ്റ് ടു ഹിം. മഴയിൽ രാത്രി മഴയിൽ പൊഴിയും
സ്നേഹ നിറവിൽ നിനവേ ആ നിനവേ എന്തേ നിന്നിൽ വിരഹം ചേരും നോവിൻ നീലാംബരി മഴയിൽ രാത്രി മഴയിൽ പൊഴിയും സ്നേഹ നിറവിൽ. നമുക്കിനി ഡെയിലി ലൈഫിലേക്ക് വരാം. ഞാൻ കുറച്ച് പേരുകൾ പറയാം. ആ പേരുകൾ കേൾക്കുമ്പോൾ നമുക്ക് അവരോട് ഉപമിച്ച്, അല്ലെങ്കിൽ ഉപമിക്കുകയല്ല, അവരെ നമ്മൾ ഓർക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം ഓർമ്മ വരുന്ന പാട്ട്. ഓക്കെ, ദാസേട്ടൻ. പാതിര പുള്ളുണർന്നു പരൽ മുല്ലക്കാടുണർന്നു പാഴ്മുളം കൂട്ടിലെ കാറ്റുണർന്നു. ചിത്ര ചേച്ചി. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ. അതുപോലെ തന്നെ ലാലേട്ടൻ. ഒരുപാട് പാട്ടുകളുണ്ട് ലാലേട്ടന്റെ. ഷോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പാട്ടുകളോ. ഏറ്റവും ഫേവററ്റ് വെൽമുരുക ഹരോഹര വേലായുധ ഹരോഹര. രാജ സാറ്. ഒരു ചിരി കണ്ടാൽ കണി കണ്ടാൽ അത് മതി. അതുപോലെ തന്നെ ജോൺസൺ മാഷ്. ജോൺസൺ മാഷ് ഇതന്നെ എത്ര പാതിരാപ്പുള്ള. ജോൺസൺ മാഷ് ഏറ്റവും ഫേവററ്റ് എനിക്ക്. വിശ്വം കാക്കുന്ന നാഥ വിശ്വൈകനായക ആത്മാവിലെരിയുന്ന തീ അണയ്ക്കൂ നിന്നാത്മചൈതന്യം നിറയ്ക്കൂ ആത്മചൈതന്യം നിറയ്ക്കൂ. ചേച്ചിയുടെ അമ്മ. അമ്മ അമ്മ ഏറ്റവും റെയറസ്റ്റ് ഓഫ് ദ റെയർ പാട്ടുകൾ എടുത്തോണ്ടേ വരുള്ളൂ. ഓ ദുനിയാ കേ രഖവാലേ സുന്ദർദ് ഭരെ മേരെ നാലേ സുൻ ദർദ് ഭരെ മേരെ നാലേ. ഇത് അമ്മ പാടിയിട്ടുണ്ട്. 2026 ഞാനിത് അമ്മയ്ക്ക് വേണ്ടി പാടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗസലിലേക്കുള്ള ചുവടുവയ്പ് എങ്ങനെയായിരുന്നു? ചില കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു ബ്ലെസ്സിങ് ആയി മാറും. അപ്പം ഈ അഹങ്കാരി എന്ന മുദ്ര കുത്തി അതിന് ശേഷം കുറേ ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞപ്പോൾ എനിക്ക് കുറേ സമയം കിട്ടി. അപ്പം ഈ സമയം ഞാൻ ഡെവലപ്പ് ചെയ്തത് എൻ്റെ ഗസലിനോടുള്ള ഒരു താല്പര്യമാണ്. അപ്പോൾ ആ ഗസലിനോടുള്ള താല്പര്യം എന്ന് പറഞ്ഞാൽ ഈ പോയിട്രി വായിക്കാനും ഒരുപാട് ഫ്രീ ടൈം കിട്ടിയപ്പോൾ എനിക്ക് ചിന്തിക്കാൻ ഒരുപാട് ആസ്പെക്ട്സിലോട്ട് ഞാൻ പോയി. അപ്പം എന്തുകൊണ്ട് ഈ പാട്ട് ആ പാട്ട്. അപ്പം ജഗ്ജീത് സിംഗ് സാഹിബിൻ്റെ ഒരുപാട് ഗസൽ, മെഹദി ഹസൻ സാഹിബ്, ഗുലാം അലി സാഹിബ്, ഇവരുടെയൊക്കെ പാട്ടുകൾ ഞാൻ കുറേ കേൾക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് ഒരു പ്രത്യേക ഇഷ്ടം വന്നു തുടങ്ങി ആ പാട്ടുകളോട്. അപ്പം എന്തുകൊണ്ട് ഇത് എവിടെയും അവതരിപ്പിക്കണമല്ലോ. അപ്പം ഇതൊന്ന് അവതരിപ്പിച്ചാൽ നന്നായിരിക്കും. അപ്പം സ്റ്റേജുകളിൽ ഇത് പാടുമ്പം അതിൻ്റെ വരികൾ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ മാതിരി ദൈവം നമുക്ക് നമ്മുടെ ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ ചിലത് ആഗ്രഹിക്കുന്നതെങ്കിൽ ദൈവം അത് എങ്ങനെയെങ്കിലും സാധിച്ചു തരും എന്ന് പറയുന്ന പോലെയാണ് ആ ഒരു മീഡിയ വൺ എന്ന് പറഞ്ഞ ചാനലിൽ എനിക്കൊരു വേദി ഒരുങ്ങി വന്നു. അപ്പം അന്ന് ഷിബു ചക്രവർത്തി സാറാണ് അതിൽ ഉണ്ടായിരുന്നത്. അപ്പം വേറെ ഒരു പാട്ടിൻ്റെ റെക്കോർഡിങ്ങിന് പോയ സമയത്ത് വെറുതെ ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ ഒരു ഗസലിൻ്റെ കാര്യം സംസാരിച്ചപ്പോൾ അദ്ദേഹം പാട്ട് ക്രേസി ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഒരുപാട് ഇഷ്ടമാണ് പാട്ട്. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്നത്. ഞാൻ ഇത് മുഴുവൻ ഈ പാട്ടുകളും കാര്യങ്ങളും ഞാൻ കംപ്ലീറ്റ് കണ്ട് അതിൻ്റെ ഒരു കംപ്ലീറ്റ് പാക്കേജ് ഉണ്ടാക്കി ഇത് ഇങ്ങനെയാണ് ഈ ഷോ പോവുക എന്നുള്ള ഒരു സാധനം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അദ്ദേഹം അതിൻ്റെതായ വിഷ്വലി എന്തൊക്കെ ചെയ്യാമെന്നുള്ള സാധനങ്ങൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത് അങ്ങനെയാണ് ഈ ഖയാൽ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഡെവലപ്പ് ആവുന്നത്. അപ്പോൾ അതിലൂടെ എനിക്ക് ഒരുപാട് വേദികൾ ഓപ്പണായി, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്നു. ഒരു മലയാളം സിംഗർ എന്നുള്ളതിൽ നിന്നും ഞാൻ കുറച്ചുകൂടി മറ്റു ഭാഷകളിലേക്ക് അറിയപ്പെടാനുള്ളൊരു അവസരം എനിക്ക് ദൈവമായിട്ട് തന്നു. എനിക്ക് പുറന്തള്ളപ്പെട്ട ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ ഇൻസൾട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് വേദികളിൽ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം ഈ പരിഹാസത്തിൽ നിന്നും ഒക്കെ എനിക്ക് എൻ്റെ കൂടെ എപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ദൈവം എൻ്റെ കൂടെ
ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു പ്രോബ്ലം ഉണ്ട്, ലിസ്പ് എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. എനിക്ക് സാ പ്രൊനൗൺസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായി ഒരു സമയത്ത്. കാരണം ഞാൻ ഈ അറബിക്ക് കുറേ സംസാരിക്കും. അപ്പം അറബിക്കിൽ ഫ എന്ന് പറഞ്ഞൊരു അക്ഷരമുണ്ട്, ഫ. അപ്പം അത് ഞാൻ പറഞ്ഞു എനിക്ക് സാ കിട്ടുന്നില്ല. പിന്നെ എനിക്ക് എൻ്റെ നോർമൽ സാ ഏതാണെന്ന് അറിയില്ല. അപ്പോൾ പാട്ടുകൾ പാടാൻ എനിക്ക് ഭയങ്കര വേദനയും വെപ്രാളമാണ്. അയ്യോ ഞാൻ എങ്ങനെ ശരിയാക്കും. അപ്പോൾ ഒരു പാട്ട് പാടാൻ ചെല്ലുമ്പോൾ എൻ്റെ കയ്യും കാലും ഇങ്ങനെ വിറയ്ക്കുന്നത്, ഇതിൽ സാ ഉണ്ടോ, ഇത് ഞാൻ എങ്ങനെ പാടും, ഇതാണ് എൻ്റെ ഉള്ളിൽ തിങ്കിങ്. അപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് ഞാൻ വല്ലാതെ ഇൻസൾട്ട് ചെയ്യപ്പെട്ടു എൻ്റെ ഈ ഒരു സാ കാരണം. അപ്പോൾ ഞാൻ അതിനു മുന്നേയൊക്കെ ഞാൻ ഒരുപാട് പേരുടെ ഞാനൊരു വായി നോക്കിയായിരുന്നു. ഞാൻ എല്ലാവരുടെ വായി നോക്കും, ഇനി സാ അവരെങ്ങനെ സാ പറയുന്നത്, ഇതിനെങ്ങനെ സാ പറയുന്നത്, ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കും. പക്ഷെ എനിക്കത് കിട്ടുന്നില്ല. എൻ്റെ വീട്ടിലും ഞാനിങ്ങനെ ചോദിക്കുമായിരുന്നു, നിങ്ങളൊക്കെ എങ്ങനെയാണ്, ഒന്നുകൂടെ പറഞ്ഞേ ചോദിക്കും. പക്ഷെ എനിക്കത് കിട്ടുന്നില്ല, എന്ത് ചെയ്തിട്ടും കിട്ടുന്നില്ല. പക്ഷെ ഒരു വേദിയിൽ ഒരാള് എന്നെ വല്ലാതെ അപമാനിച്ചു കളഞ്ഞു, ഇത് പറഞ്ഞിട്ട് കളിയാക്കി. അപ്പം എനിക്ക് വല്ലാണ്ട് ഫീലായി. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ വല്ലാതെ വിഷമിച്ച് കരച്ചിൽ വന്നു, പല ഇതിലും പോയി ഞാൻ. എന്നിട്ട് അതാണ് അപ്പോഴ് ദൈവം ആ സമയത്ത് കനിഞ്ഞു. അവർ ശരി മോളെ, ഇനി ഞാൻ നിന്നെ കഷ്ടപ്പെടുത്തുന്നില്ല. അങ്ങനെ ഞാൻ ഇരുന്ന് ഈ ലാപ്ടോപ്പ് ഒന്നും ഉപയോഗിക്കാൻ അറിയാത്ത ഞാൻ ഇരുന്ന് കംപ്ലീറ്റ് കണ്ടുപിടിച്ച് ഒരു സ്ഥലത്ത് ഒരു ഡോക്ടറെ കണ്ടു. അവിടെ പോയി ബോംബെയിലൊരു ഡോക്ടർ, അവരെ കണ്ട് അവരെനിക്കൊരു സ്പീച്ച് തെറാപ്പിയുടെ ഒരു സംഭവം പറഞ്ഞു തന്നു. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യൂ, നിങ്ങളുടെ സാ ശരിയാവും എന്ന് പറഞ്ഞു. ഞാൻ അത് കൊണ്ടുപോയി ഞാൻ ഒരു ദിവസം ഇരുന്ന് ഞാൻ അത് തന്നെ സസ സി സി സൂസു കംപ്ലീറ്റ് ആ എക്സസൈസ് ഞാൻ ഫുള്ള് ചെയ്ത് അപ്പം എനിക്കത് ഓക്കെ ആയി. ഞാനത് 2 ദിവസം ഞാൻ എൻ്റെ കംപ്ലീറ്റ് ഡെഡിക്കേഷന് ഞാൻ അതിനു വേണ്ടി ചെയ്ത് 2 ദിവസത്തിൽ ഞാനത് ശരിയാക്കി. അതും ദൈവാധീനം. ആ സാ കിട്ടാത്ത പാട്ട് നമുക്കിപ്പോ പാടിയാലോ? സാ കിട്ടാത്ത പാട്ടല്ല, സാ എന്ന് പറഞ്ഞത് എനിക്ക് സംസാരിക്കാനും പാടാനും ഒക്കെ ഭയമായിരുന്നു. അത് എൻ്റെ ഫസ്റ്റ് സിനിമാ പാട്ട് മുതൽ എൻ്റെ ഉള്ളിൽ ഈ ഭയം ഇരിപ്പുണ്ട്. ഒരു ചിരി കണ്ടാലും ഞാൻ പാടുമ്പോ എൻ്റെ മനസ്സിൽ ഇതിൽ സാ ഉണ്ടോന്നാ. പക്ഷെ കാരണം ഫസ്റ്റ് പാട്ടല്ലേ, അത് നോക്കുമ്പോ അതിൽ ഒരൊറ്റ സായില്ല, ആ പാട്ടിൽ ഒരു സായമില്ല. അപ്പൊ അതില് സൂര്യൻ എന്ന് വരേണ്ട സ്ഥലത്ത് പോലും ചൂര്യൻ എന്നുള്ളത്, അത് അദ്ദേഹം ആ എഴുതിയ രീതി, അതങ്ങനെയാണ് അദ്ദേഹം എഴുതിയൊരു രീതി. അപ്പൊ ഞാനൊരു ദൈവമേ നീ ഉണ്ടെന്നുള്ളതിന്റെ എല്ലാ തെളിവും ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാസറ്റുകളുടെ ഓഡിയോ റെക്കോർഡിങ്ങിന്റെ കാലത്ത് നിന്നും വിഷ്വലൈസേഷന്റെ കാലത്ത് വന്നു. അടുത്തത് എന്ത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? അതെ. അപ്പൊ ഈ AI ടെക്നോളജിക്കുള്ള ഈ ഒരു കാലത്ത് അത് എത്രത്തോളം ചലഞ്ചിങ് ആണോ, അല്ലെങ്കിൽ അതൊരു അനുഗ്രഹമാണോ? ഈ ടെക്നോളജി വളരുന്നതനുസരിച്ച് നമ്മൾക്ക് അതൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പൊ മ്യൂസിക്കലി ഓൾസോ പണ്ട് കാലത്ത് ഒരു പാട്ടുകാരൻ അല്ലെങ്കിൽ പാട്ടുകാരി സ്വന്തം കഴിവ് തെളിയിക്കുക തന്നെ ചെയ്യണം. ഇന്നിപ്പോ ഒരുപാട് ഈ പറയുന്ന ടെക്നോളജിയുടെ ഒരു സ്വാധീനം കൂടുതലായതുകൊണ്ട് ആർക്കും പാടാമെന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് നമ്മളിപ്പോ വെറുതെ സംസാരിച്ചാൽ പോലും അത് മ്യൂസിക്കലാക്കി വരച്ചെടുക്കാം. അപ്പം നമ്മളുടെ ഒരു ശരിക്കുമുള്ള ഒരു സോൾ, ഒരു കാലിബർ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ പറയുന്ന AI വന്നാലും ഇതൊക്കെ ഇതിന് ഡ്രോബാക്സും ഉണ്ട്. നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഇതിൽ കൂടുതലും ഞാൻ കാണുന്നത് എപ്പോഴും എന്തെങ്കിലും ഒരു നല്ല സാധനം വരുമ്പോൾ അത് ദുരുപയോഗപ്പെടുത്തുക എന്നുള്ള ഒരു രീതിയിലേക്ക് മാറി പോവാറുണ്ട്. അപ്പം ഇപ്പൊ കൊച്ചു കുട്ടികൾ തന്നെ ഞാൻ പല വീഡിയോസും കാണാറ്. കൊച്ചു കുട്ടികളൊക്കെ ഡാൻസ് ചെയ്യുമ്പം അതിനൊരു ക്യൂട്ട്നെസ് നമുക്ക് കാണാം. ഇന്നിപ്പം ഈ AI വെച്ചിട്ട് ആൾക്കാർ ചുമ്മാ, അപ്പൊ ഇതിൽ ഏതാ റിയൽ ഏതാണ് ആർട്ടിഫിഷ്യൽ നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പം അത് ശരിക്കും ആ കുട്ടിയുടെ ശരിക്കുള്ള ടാലന്റിനെയാണ് അത് നഷ്ടപ്പെടുത്തുന്നത്. അപ്പം അങ്ങനത്തെ ചില കാര്യങ്ങൾ നമ്മൾ മാക്സിമം ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങൾ ഉപയോഗിക്കാതെ ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇനി ഓൾഡ് സ്കൂളായിട്ട് കൂട്ടിയാലും കുഴപ്പമില്ല, ഞാനങ്ങ് ക്ഷമിച്ചു. അപ്പോ ഒരു ഗസൽ പാട്ടിലൂടെ അല്ലെങ്കിൽ ഗസലിലൂടെ നമുക്ക് ഈ സെഷൻ അങ്ങ് അവസാനിപ്പിക്കാം. ഗസൽസ് എനിക്ക് കമ്പോസ് ചെയ്യാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ അടുത്തൊരു ഗസൽ റിലീസ് ചെയ്തതേ ഉള്ളൂ. പാടി മ്യൂസിക് ഒക്കെ ചെയ്ത് റിലീസ് ചെയ്തു. അത് നല്ലൊരു റെസ്പോൺസ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഗസൽ ചോദിച്ച സ്ഥിതിക്ക് ഇപ്രാവശ്യം ഞാൻ കമ്പോസ് ചെയ്തൊരു ഗസൽ തന്നെ പാടാം. ദിൽ തോ ജൽതാ ഹൈ ചരാഗോं की तरह आँखों में, दिल तो जलता है
चरागों की तरह आँखों में चांद आवारा है, निकला न करो रातों में, दिल तो जलता है। चरागों की तरह आँखों में चांद आवारा है, निकला न करो रातों में, दिल तो जलता है। चरागों की तरह आँखों में। Thank you. Thank you so much. Thank you so much.